സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകയില അർബുദത്തിന് കാരണമാകുന്നു. അത് നിങ്ങളുടെ ജീവനെടുക്കും. ലിക്കർ ഡ്രിങ്കിങ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അംഭോരുഹം ജന്മഗൃഹം ഭവത്യാ വക്ഷസ്ഥലം ഭർതൃഗൃഹം മുരാരേ കാരുണ്യതഃ കൽപയ പദ്മവാസേ ലീലാഗൃഹം മേ ഹൃദയാരവിന്ദം. അമ്മയോടെ നിങ്ങൾ മരിച്ചു പോയിന്ന് കമ്പി വന്നത് ചേച്ചി കണ്ടതും മണ്ണെണ്ണൊഴിച്ച് നമ്മളെല്ലാം വിട്ടുപോയി. എന്നൊക്കെയായിട്ട് എല്ലാവരും വിട്ടു. പണം കയ്യിലൊന്നും ഇല്ലല്ലോ. നാളെ കിട്ടാനാണെങ്കിലും ഒന്നുമില്ല. ചേടാ ഇപ്പോഴവിടെ നിൽക്കുവാണോ? എന്താ ഇത്? ഇതാ പോണ വഴിയിലെ കാപ്പി വല്ലതും വാങ്ങി കുടിച്ചോ? പാവം കാലുപോലും ഇല്ലല്ലോ. ഞാൻ ഇതിനുമൊന്നുമല്ല, പരിക്കേറ്റ മിലിറ്ററിക്കാർക്ക് സഹായം കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. അതിന് നിങ്ങളൊരു കയ്യൊപ്പിൻ്റെ ആവശ്യമുണ്ട്. ഓ, കയ്യൊപ്പിന് വേണ്ടി വന്നതാണോ? ഞാൻ വിചാരിച്ചു എന്തോ യാചിച്ചു വന്നതെന്നാ. എടാ എത്ര കുറവുണ്ട് അതിന്? ഒരു 2000 രൂപയുടെ കുറവുണ്ടല്ലോ. ഇതേ നോക്ക് മോനെ, നാളെ നീ 2000 രൂപയുമായിട്ട് വാ. നിനക്ക് കയ്യൊപ്പ് ഞാനിട്ട് തരാം. എൻ്റെ കയ്യിൽ എത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു കടയിട്ടേനെ. എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ കയ്യൊപ്പിട്ട് തന്നേനെ. പക്ഷേ നീ കട വെച്ചിട്ട് വ്യാപാരമല്ലേ ചെയ്യാൻ പോകുന്നേ? അതിൽ വരുമാനം ഉണ്ടാവുമല്ലോ. എന്താ ഇപ്പോൾ വിൽക്കാനുള്ളത്?
എൻ്റെ കയ്യിൽ അതുമില്ല. ഉള്ളതെല്ലാം കടം കയറിപ്പോയി. നിങ്ങളൊന്ന് ഒപ്പിട്ട് തന്നാ അടുത്ത മാസം 2000 തിരിച്ചു തരാം. അപ്പൊ കടം വാങ്ങാൻ വേണ്ടിയാണോ നീ കയ്യപ്പ് ചോദിക്കുന്നേ? എടാ, നീ എല്ലാ സ്ഥലത്ത് പോയി ഇങ്ങനെ കടം ചോദിക്കലാണോ പതിവ്? തങ്കമടലൊക്കെ ഉണ്ടല്ലോ, അത് വിറ്റാലെന്താ നിനക്ക്? ഇതെനിക്ക് ഭരണഘടന തന്ന അംഗീകാരമാണ്. ഇത് വിൽക്കില്ല ഞാൻ. ശരി മോനെ, നീ ഇത് കുത്തിയിട്ട് ഇങ്ങനെ നാട് ചുറ്റി വരുന്നുണ്ടല്ലോ, നിനക്ക് എന്താ ലാഭം? നടക്കാൻ പറ്റാതായ നിനക്ക് ഇരിക്കുന്ന ജോലി പോലും പട്ടാളത്ത് നിന്ന് കിട്ടിയിട്ടില്ല. എന്നിട്ടാണോ നീ വീരമൊന്നും സമ്മാനമൊന്നും? അത് നീ വീശി എറിഞ്ഞിട്ട് വല്ല കാശ് ഉണ്ടാക്കാൻ നോക്കടാ മോനെ. നേതാവേ, ഒന്ന് നിർത്ത്. നിങ്ങൾ എന്താ പറയുന്നേ? പൊതുജനങ്ങളെ സേവിക്കുന്നതിന് പ്രതിഫലം ചോദിക്കുന്നോ? ഇത് വയറ് നിറയുന്നതിന് വേണ്ടി ചെയ്യുന്ന ജോലിയല്ല, മനസ്സ് നിറയുന്നതിന് വേണ്ടി ചെയ്യുന്ന സേവനമാണ്. ഇതിന് വരുമാനത്തെ പറ്റി എന്തിനാ പറയുന്നേ? നമ്മുടെ നാടിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ കാടൊന്നോ മലയൊന്നോ നോക്കാതെ എന്നെപ്പോലുള്ള മിലിറ്ററിക്കാർ തോക്കും കയ്യിലെന്തി കാവൽ നിൽക്കുന്നതുകൊണ്ടാണ് നിന്നെപ്പോലുള്ളവരിവിടെ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്. അങ്ങനെ കാവൽ നിൽക്കുന്ന ആളോട് കൈക്കൂലി ചോദിക്കുന്നോ? ഒരു കാര്യം ഓർത്തോ, ഇന്ത്യയെ ഒറ്റുകൊടുക്കാൻ ഒരു വിവരം പറഞ്ഞു കൊടുത്താൽ മതി. കാറും ബംഗ്ലാവും തരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എൻ്റെ നാടിൻ്റെ വീര്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി തലയറത്താലും ശരി, ഇല്ലെന്ന് പറയും. എതിരാളികളോട് പോരാടി രക്തം ചീന്തി യുദ്ധം ചെയ്ത് നേടിയ മെഡലാണ് ഈ കാണുന്നത്. ഇതിനെയാണ് നീ വിൽക്കാൻ വേണ്ടി പറഞ്ഞത്. ഛേ, എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെയല്ല വളർത്തിയത്. എൻ്റെ പരമ്പരയിൽ പോലും അങ്ങനെ ഒരു ചരിത്രമില്ല. എൻ്റെ അവസാന ശ്വാസം നിലയ്ക്കുന്നത് വരെയും ജയ് ഹിന്ദ് ജയ് ഹിന്ദ് എന്ന് വിളിക്കും ഞാൻ. നേതാവേ, നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. വരാൻ പറ, ഞാൻ കണ്ടോളാം. എടാ നേതാവേ, ഇവിടെ 6 പേരല്ലേ ഇരിക്കുന്നത്, ഇവൾ ഒറ്റ ഒരുത്തിയാണല്ലോ വരുന്നത്. എന്ത് ചെയ്യാൻ വേണ്ടിയാ? ഇത് വേറെ ആളാണ്. ഞാൻ അർക്കാണിയമ്മയുടെ മകളാ. അല്ലല്ല, വരുമോളെ. എന്താ ഇങ്ങോട്ടേക്ക്? ഒരു കയ്യൊപ്പ്. കയ്യപ്പോ? എടാ, നിങ്ങളൊക്കെ അകത്തെ മുറി ചെന്നിട്ട് അവരെന്താ പറയുന്നതെന്ന് നീയൊക്കെ ചെന്നിട്ട് നോക്ക്. ഇവളെന്താ പറയുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മെല്ലെ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അമ്മയുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുമായിരുന്നു. ഇപ്പൊ ആളെ കാണുന്നില്ലല്ലോ. ഇത് നിന്റെ വീടാ മോളെ. അല്ല, എന്തിനാ കയ്യൊപ്പ്? എന്റെ ഭർത്താവിന് പട്ടാളത്തിൽ പോയിട്ട് കാല് നഷ്ടപ്പെട്ടു. എങ്ങനെയെങ്കിലും ഒരു കടയെങ്കിലും വെക്കുവാണെങ്കിൽ കഷ്ടപ്പാട് കുറയും. 2 കുഞ്ഞുങ്ങളുടെ വയറ് നിറയും. നിങ്ങളൊന്ന് ഒപ്പിട്ട് തന്നാ ഇത് നടക്കുമെന്ന് പറയുന്നത്. അതാ വന്നത്. ആ മെഡലുള്ളവന്റെ കാര്യമാണോ? അത് ഡൽഹിയിലൊക്കെ പോയി പ്രൈം മിനിസ്റ്ററുടെ PA കണ്ട് പിന്നെ ഓർഡർ വാങ്ങി. അത് വളരെ കഷ്ടമാണ് മോളെ. വേറെ എന്തെങ്കിലും നിനക്ക് വല്ലതും വേണമെങ്കിൽ മണ്ണാവാനുള്ളതല്ലേ, കയ്യൊപ്പിട്ടതിന് ശേഷം സമ്മതിച്ചാ മതി. എന്തായി ചെയ്യുന്നേ? മിലിറ്ററിയിലെ ടോപ്പ് ബാൻഡ് മാസ്റ്ററുടെ മകൻ ഇങ്ങതാ. അമാവാസി നാളിൽ നല്ല കാര്യങ്ങൾ തുടങ്ങാനാ പറയാറ്. പക്ഷേ ഇന്ന് പൗർണമിയാണ്. നിനക്കൊരു പാഠം പഠിപ്പിച്ചു തരാം. ഞാൻ വായിച്ച പോലെ നീ വായിക്കേ. മോനെ, അവള് പോയിട്ട് ഒരുപാട് നേരമായി. എന്താണെന്ന് പോയി നോക്കിയിട്ട് വാ. അച്ഛാ, അച്ഛാ,
ഒന്ന് ചേട്ടാ, ഇത് വെച്ച് ജീവിക്കാം. നിങ്ങളുടെ കൂടെ ജീവിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. ആരും സമ്മതിച്ചില്ല. നിങ്ങൾക്ക് വേണ്ടി മരിക്കുന്നതിന് ആർക്കും എന്നെ തടയാനാവില്ല. എന്തായാലും നിങ്ങളുടെ ഭാര്യയായിട്ടാണ് ഞാൻ മരിക്കാൻ പോകുന്നത്. പക്ഷേ ഈ താലി ഞാൻ കഴുത്തി കെട്ടിയിട്ടില്ല. എപ്പോഴും എന്റെ കയ്യിലാ സൂക്ഷിച്ചിരിക്കുന്നത്. നോ. വിടറോ, വിട, നിക്കണോ. എമ്മലയുടെ വീട്ടില് മോഷ്ടിക്കാൻ മാത്രം നിനക്ക് ധൈര്യമായി അല്ലേ? പിടിച്ചവനെ ജീപ്പിൽ കയറ്റ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മര്യാദക്ക് കേറാ. കേറാൻ. ഞാനൊരു മിലിറ്ററിക്കാരനാ. ഹേയ്, ഇവിടെ ഒരു കോടതി നിയമം. മോനെ, മോനെ. ധർമ്മ, അച്ഛൻ നോക്കിക്കോളാം. അച്ഛാ 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 അച്ഛാ. എന്താ എമ്മലയുടെ വീട്ടിൽ പോയി മോഷ്ടിക്കാൻ നോക്കാറോടാ? മിലിറ്ററിക്കാരനായിരുന്ന പോലീസുകാരൻ ബൈക്കൊന്നും നീ കരുതിയോ? എന്താണ് നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? നോക്ക്, അവൻ ചത്തുപോയി. സ്റ്റേറ്റ്മെന്റ് എല്ലാം കറക്റ്റായിട്ട് എഴുതണം. നല്ലതുപോലെ കേട്ടോ. അവൻ മോഷ്ടിക്കാൻ കയറിയ സമയത്ത് പോലീസിന് പിടിച്ചു കൊടുത്തു. പോലീസ് പിടിക്കാൻ വരുന്ന കണ്ടിട്ട് ഇവൻ പേടിച്ചോടി റെയിൽവേ ട്രാക്കിൽ പോയി ആത്മഹത്യ ചെയ്തതാ. അങ്ങനെ തന്നെ നീ പറയണം. മനസ്സിലായോ? നീ വേറെ എന്തെങ്കിലും മാറ്റി പറഞ്ഞ എല്ലാവർക്കും കിട്ടുന്ന പോലെ നീ അകത്തു പോകും. നീ എത്ര തവണ അകത്ത് കിടന്ന് നിനക്കറിയാമല്ലോ. നീ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ, നീ വെറുതെ വേണ്ടാത്ത പണിക്ക് നിന്നാൽ നീ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന പോലെ അല്ല നീ അവിടെ പറഞ്ഞേക്കാം. സ്ഥിരം പരിപാടി. അതുകൊണ്ട് നീ കോടതി ചെന്നിട്ട് വേറെ എന്തെങ്കിലും മാറ്റി പറഞ്ഞ, മൊഴി മാറ്റി പറഞ്ഞ നീയും അകത്തു പോകും. അതുകൊണ്ട് നീ പറയുന്ന പോലെ കേട്ട് ചെയ്യാൻ നല്ലത്. നിനക്ക് തുണിയായി ആയതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി നീ ഇത് ചെയ്യണം. പാപികളെ ശിക്ഷിക്കണം ധർമ്മ, മറക്കരുത്. ബാക്കി അച്ഛൻ നോക്കിക്കോളാം. അച്ഛൻ നോക്കിക്കോളാം. അച്ഛാ അച്ഛാ. ഓർഡർ, ഓർഡർ, ഓർഡർ. സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വാദത്തിനും തെളിവിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ധർമ്മൻ എന്ന പയ്യന്റെ പിതാവ് MLA നക്കീറിന്റെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയതിന് പോലീസുകാരുടെ ചോദ്യം ചെയ്യലിനിടയിൽ വെച്ച് രക്ഷപ്പെട്ട് ഓടി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. പയ്യൻ ധർമ്മന്റെ എടുത്തിയാട്ടം കൊണ്ട് പോലീസുകാരൻ കൊല്ലപ്പെടുകയും ചെയ്തെന്ന സത്യം മനസ്സിലാക്കിയതുകൊണ്ട് IPC 302 സെക്ഷൻ പ്രകാരം ധർമ്മൻ എന്ന കുട്ടിക്ക് തടവ് ശിക്ഷ വിധിക്കുന്നു. എന്നെ വിട്ട് പോവല്ലേ ചേട്ടാ. എന്നെ ചേട്ടനെ വിട്. ചേട്ടാ, എന്നെ ചേട്ടനെ വിട്. എന്റെ ചേട്ടനെ വെറുതെ വിട്. ചേട്ടാ, ചേട്ടാ പോവല്ലേ. ഇത് കാര്യം പ്ലീസ് സാർ, വിടു സാർ എന്നെ. ചേട്ടാ പ്ലീസ് സാർ, വിടു സാർ എന്നെ.
കാലം മാറിടും നേരം മാറിടും നല്ല നാൾ പിറന്നിടും നീ വാഴും നാടിൽ രാജയോഗമായി വാണിടും മനുജരേ കാലം മാറിടും നേരം മാറിടും നല്ല നാൾ പിറന്നിടും നീ വാഴും നാടിൽ രാജയോഗമായി വാണിടും മനുജരേ കൈകളെ മെല്ലെ നീട്ടി നീ എന്റെ പൊൻസോദരി ബന്ധനത്തിലായി നിസ്സഹായനായി കഴിയും സോദരനും കാലനാടകം നാടും ജീവിതം എങ്ങും പോയി മുഖങ്ങളെ വഞ്ചനയ്ക്കുള്ള നാട്ടുരയ്ക്കുന്ന കള്ളനാണയങ്ങളെ നല്ലതേത് കെട്ടതേത് വെട്ടവേത് ഇരുളേത് നല്ലവർക്ക് ചൊല്ലിക്കോട് നീ എൻ തോഴനേ കാലം മാറിടും നേരം മാറിടും നല്ല നാൾ പിറന്നിടും നീ വാഴും നാടിൽ രാജയോഗമായി വാണിടും മനുജരേ ചട്ടമെന്നുമേ പാവനാടകം മാടുമീ വേദിയിൽ ധർമ്മമെന്നുമേ ജയിച്ചിടുന്നതേ അറിയൂ നീ തോഴാ തോറ്റുപോയവൻ വീണുപോയവൻ വാണിടേണം മണ്ണിൽ കാലപുസ്തകം എഴുതിടേണം നിൻ നേട്ടമെന്റെ തോഴാ ബുദ്ധിയുണ്ട് ശക്തിയുണ്ട് സത്യത്തിൽ വിശ്വാസമുണ്ട് നല്ല നേരം നോക്കി ഇനി വാവാ തോഴനേ കാലം മാറിടും നേരം മാറിടും നല്ല നാൾ പിറന്നിടും നീ വാഴും നാടിൽ രാജയോഗമായി വാണിടും മനുജരേ ചേട്ടാ മോനെ നിന്റെ പെങ്ങള് ഇപ്പൊ വലിയ പെണ്ണായി കഴിഞ്ഞു. പത്രപ്രവർത്തനം പഠിച്ചിട്ട് ഇപ്പോൾ ഒരു പത്ര ഓഫീസിൽ റിപ്പോർട്ടറായിട്ട് ജോലിക്ക് പോവുക. മാസം 2000 രൂപയാ ശമ്പളം. പോകാൻ കാറൊക്കെ ഉണ്ട്. പക്ഷേ വീട്ടിൽ മാത്രം ഉണ്ടാവാറില്ല. നാട് മുഴുവൻ ചുറ്റി ഫോട്ടോ എടുക്കുകയാണ്. നിനക്ക് സന്തോഷമായില്ലേ? നമസ്കാരം നേതാവേ. നമസ്കാരം നേതാവേ. നാരായണമൂർത്തി നേതാവേ അവരോട് വരാൻ പറ. ശരി. 6 ദിവസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പാ. നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തായി? എവിടെ നോക്കിയാലും നിങ്ങളുടെ പോസ്റ്റാണ് നേതാവേ ഉള്ളത്. എന്റെ മണ്ഡലത്തിലുള്ള എല്ലാവരും നിങ്ങളുടെ മുന്നിലെ തലവണങ്ങുന്ന നേതാവേ. ഈ തവണ നിങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി. അതിനെ തടയാൻ ഒരുത്തനും സാധിക്കില്ലെന്ന് ഞങ്ങളുടെ മണ്ഡലം പുകഞ്ഞോണ്ടിരിക്കുകയാണ് നേതാവേ. മുഖ്യമന്ത്രി മാത്രമല്ല നേതാവേ, എത്ര ചെലവ് വന്നാലും ശരി വലിയ പദവിക്ക് വേണ്ടി ഡിഗ്രിയും പ്രമോഷനും ചേർത്തേ വാങ്ങൂന്ന് കൊല്ലത്തുള്ള ആളുകളെ ശപഥം ചെയ്തിരിക്കുക. ഇയാളുടെ വർത്താനത്തില് ആളുകൾ മൊത്തം മയങ്ങിയിരിക്കുമല്ലേ. വോട്ട് ജനങ്ങൾ ചെയ്യേണ്ടതുമാണ്. ജനങ്ങളെല്ലാം നമ്മുടെ ചിഹ്നത്തിൽ കുത്തുകയും വേണം. നിങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് വരികയും വേണം. എല്ലാം റെഡി ആയിട്ടുണ്ട് നേതാവേ. ഇരിക്കൂ. ഇദ്ദേഹം ആരാണെന്നറിയാലോ? മിസ്റ്റർ മൂർത്തി, SP സ്പെഷ്യൽ ബ്രാഞ്ച്. ഞാൻ ഭരണത്തിലിരിക്കുമ്പോൾ ഞാനാണ് ഇവരെ ഈ പദവിയിലെത്തിച്ചത്. അതിൻ്റെ നന്ദി സൂചകമായി ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് ഗവർണറുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് എനിക്ക് തന്നിരുന്നു. ഇപ്പോൾ 6 ദിവസം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ
നമ്മുടെ കക്ഷിയാണോ ജയിക്കുക അല്ലെങ്കിൽ മറ്റു കക്ഷിയാണോ ജയിക്കുക എന്നുള്ള കാര്യം രഹസ്യ പോലീസ് ഇൻഫർമേഷൻ അത് മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുന്നതിന് മുമ്പ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുക. തൻ്റെ ചുറ്റുമുള്ളവർ പറയുന്ന വാക്കുകൾ മാത്രം വിശ്വസിച്ചാൽ അവൻ നടുറോട്ടിൽ പോയി നിൽക്കേണ്ടി വരും. എന്നെ പോലെ ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ബുദ്ധി വന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരെ മാത്രം വിശ്വസിക്കാതെ പോലീസുകാരുടെ സഹായം തേടാന്ന് വെച്ചത്. നിങ്ങൾ വായിക്കുക. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? യെസ് സാർ. ഫസ്റ്റ് എറണാകുളത്ത് മാത്രം 16 സീറ്റ്. അത് പിന്നെ സാർ അവിടെ ഭരണകക്ഷിയും പ്രമുഖരായ നടീനടന്മാരും മത്സരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ടിക്ക് 3 അല്ലെങ്കിൽ 4 സീറ്റ് കിട്ടുള്ളൂ സാർ. എന്താന്ന് വെച്ചാൽ ആ മന്ത്രിമാര് നന്നായി ജോലി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് തിരുവനന്തപുരത്ത് മൊത്തം 18 സീറ്റ് സാർ. അതിൽ നിങ്ങൾക്ക് 3-4 സീറ്റ് കിട്ടുള്ളൂ സാർ. കാരണം നിങ്ങളുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ അവിടെ തീ വെച്ചുകൊണ്ട് 5-6 പേര് മരിച്ചല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ പൊസിഷൻ വളരെ വീക്കാണ്. അടുത്തത് പാലക്കാട്. മുൻ മുഖ്യമന്ത്രിയുടെ ജന്മസ്ഥലം ആയതുകൊണ്ട് തന്നെ അവിടെ പുതിയ പുതിയ റോഡുകൾ നിർമ്മിക്കുന്നു, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ്സ് അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിക്ക് 1 സീറ്റ് പോലും കിട്ടാൻ ചാൻസ് ഇല്ല. അടുത്തത് തൃശ്ശൂർ വായിക്കേ, ഞാൻ കേൾക്കട്ടെ. തൃശ്ശൂർ നിങ്ങളുടെ MLA തിലകവതി അമ്മയുടെ മണ്ഡലം. അവിടെ അവർ 25 പെണ്ണുങ്ങളെ വെച്ച് പെൺവാണിഭം നടത്തിയതിന് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അതുമാത്രമല്ല, നേതാവ് നിങ്ങളെപ്പോഴും തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ കയറി ഭക്ഷണം കഴിക്കുന്നതെല്ലാം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സ്ത്രീകളുടെ ഇടയിൽ നിങ്ങളുടെ പാർട്ടിക്ക് അത്ര നല്ല പേരല്ല. എല്ലാം നന്നായിട്ട് ആലോചിച്ച് വേണം സാർ. കുറച്ചല്ല, ഒരുപാട് ആലോചിക്കാറുണ്ട്. ഭൂരിപക്ഷം എങ്ങനെയാന്ന് പറ സാർ. ഇപ്പോൾ 734 മണ്ഡലത്തിൽ 30 അല്ലെങ്കിൽ 40 സീറ്റായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിൽ 1-2 കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിതിൽ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാർ. ഓക്കെ, എന്നാൽ നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വന്ന് കണ്ടോളാം. സോറി സാർ. നിങ്ങൾ പറഞ്ഞ സത്യമായ കാര്യങ്ങളാ. ഭരണം മാറിയിട്ട് പോലും നിങ്ങൾ എൻ്റെ കൂടെയുണ്ട്. ദയവരെ നോക്കിയേ, ഓരോ തവണയും മലക്കം മറിഞ്ഞിട്ട് ഒരു നാണമില്ലാതെ ഇരിക്കുന്നു കണ്ടില്ലേ? ജയിച്ചവരോടൊപ്പം ചേർന്ന് കഴിഞ്ഞിട്ട് അടുത്ത തവണ അവരും തോൽപ്പിക്കും. നിങ്ങൾ ഞാൻ ഇറങ്ങട്ടെ സാർ. സാർ നിങ്ങൾ എങ്ങനെയെങ്കിലും ഭരണത്തിൽ വരണം. എനിക്ക് IG ആവണം. താങ്ക് യു സാർ. എല്ലാവരും ഒരു കാര്യം ചെയ്യും. ഇലക്ഷൻ നിൽക്കാനുള്ള പത്രിക പിൻവലിച്ചിട്ട് പാർട്ടിയുടെ ഫണ്ട് എല്ലാവരും അങ്ങ് പിരിച്ചെടുത്തിട്ട് പാർട്ടിയെ അങ്ങ് മുച്ചോട് മുടിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അതായിരിക്കും നല്ലത്. 10 വർഷമായിട്ട് ആ മുഖ്യമന്ത്രിയുടെ കസേര എൻ്റെ സ്വപ്നത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുക. നാണക്കേട് വന്നു. ആ കസേരയിൽ ഇരുന്നിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വേദന ഉണ്ടാവില്ലായിരുന്നു. നേതാവേ, കയ്യൊപ്പ് പോലും ശരിക്കിടാൻ അറിയാത്ത ഞാൻ പോലും മന്ത്രിയായി. കലക്ടറൊക്കെ എന്നെ നോക്കി സല്യൂട്ട് അടിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ കടക്കാർക്ക് നേരെയാ സല്യൂട്ട് അടിക്കുന്നത്. എങ്ങനെയെങ്കിലും നേതാവേ, നിങ്ങൾ അധികാരം പിടിക്കണം, എൻ്റെ കടങ്ങളൊക്കെ വീട്ടണം. 10 വർഷം മുമ്പ് നമ്മൾ ഭരണത്തിരുന്നപ്പോൾ വീണ്ടും ഒരു ദിവസം ജനങ്ങളോട് വോട്ട് ചോദിക്കുന്ന കാര്യം വിട്ടിട്ട് എല്ലാവരും തോന്നിവാസം കാണിക്കല്ലായിരുന്നു. ഇപ്പൊ എന്തിനാ പഴയ കഥയൊക്കെ പറയുന്നേ? ഞാനൊക്കെ എന്തൊക്കെയോ സമരങ്ങൾ നടത്തി, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് സ്ട്രൈക്കും നടത്തി, അടിയുണ്ടാക്കി 5-6 കൊലപാതകവും നടത്തി. എന്നിട്ടും ഭരണം കൈ വന്നില്ല നേതാവേ. ഭക്ഷണം കൊടുക്കണം, ഭക്ഷണം. പട്ടിണി പിടിച്ച ദരിദ്രവാസി ജനങ്ങളെ ഒരു നേരത്തെ ഭക്ഷണം എന്ന് കേൾക്കുമ്പോ അത് കിട്ടാൻ എങ്ങോട്ട് വേണമെങ്കിലും ഓടും. നേതാവേ, നമ്മൾ ഭരണത്തിൽ വന്ന 3 നേരം ആഹാരം എന്നല്ലേ പറഞ്ഞത്? ഒരു നേരം കൊടുക്കാനുള്ളത് പോലും ഖജനാവിലില്ല, പിന്നെയാണ് 3 നേരം ഭക്ഷണം. ഒന്നും പറയാതെ ചാരാക്കട തുറന്നു വിട്ടാ ഖജനാവും നിറയും, ഭരണം നമ്മുടെ കയ്യിലും കിട്ടും. ഇപ്പൊ നമ്മൾ കള്ള് ഷാപ്പ് കറപ്പിച്ചുകൊണ്ട് നല്ല പേര് സമ്പാദിച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മളത് തുറക്കാൻ പെർമിഷൻ കൊടുത്താ അത് കമ്മീഷന് വേണ്ടി നമ്മൾ ചെയ്തെന്ന് മീഡിയക്കാർ പറയില്ലടോ. നമ്മുടെ ഇലക്ഷൻ പ്രചരണത്തിന് ഒരു സിനിമാ നടനെ കൊണ്ട് സംസാരിപ്പിച്ച ജനങ്ങൾ കൂടില്ലേ നേതാവേ? ആ ശബ്ദത്തിൽ ആര് പറയും? ആളെ കൂട്ടാൻ അവർക്ക് പറ്റും, പക്ഷെ വോട്ട് വാങ്ങാൻ നമ്മൾ എന്തെങ്കിലും ഇമോഷണലായിട്ട് ഹൃദയത്തിൽ സ്പർശിക്കുന്ന പോലെ എന്തെങ്കിലും വേണം. ഇല്ലെങ്കിൽ പത്രിക പിൻവലിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. നമുക്ക് മുന്നേയുള്ള നേതാക്കന്മാരെല്ലാം എന്തോരം ത്യാഗം സഹിച്ചാണ് ഈ പാർട്ടി ഉണ്ടാക്കിയത്. പക്ഷെ ഇന്ന് നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് പോയി വോട്ട് ചോദിച്ചാൽ ചീത്തപ്പേരായി. ഈ അവസ്ഥ മാറണം. നമുക്കെല്ലാം തിരിച്ചു പിടിച്ച് ഒരു 5 വർഷം നാടിനു വേണ്ടി നല്ലത് ചെയ്ത് കാണിക്കണം. അടുത്ത ഇലക്ഷനിൽ എന്തായാലും നമ്മൾ ജയിക്കും. അതിനുവേണ്ടി എൻ്റെ മണ്ഡലത്തിലുള്ള എല്ലാ സ്ത്രീകളും ജീവൻ കൊടുത്ത് ത്യാഗം ചെയ്യാൻ തയ്യാറാവും. നിങ്ങളുടെ വനിതാ വിങ്ങിൽ എത്ര പേരുണ്ട്? 30,000 പേരുണ്ട്. അത്രയും പേരെ വെച്ച് എന്ത് ചെയ്യാനാ? നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ പാർട്ടിയുടെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ്
നമ്മുടെ സ്ത്രീ മെമ്പർമാരെ ആ സ്ഥലത്ത്, നമ്മുടെ സ്ഥലത്ത് കൂടാൻ തീരുമാനിക്കുക. അത് പെട്ടെന്നായിരിക്കണം, രഹസ്യവുമായിരിക്കണം. അതിനുശേഷം സെൽവരാജ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പോയി നമ്മുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരെ, അതായത് എതിർ പാർട്ടിയിലുള്ള നമ്മുടെ ആൾക്കാരെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാ. നോക്ക്, നമ്മുടെ ആളുകൾ അത്രയും വിശ്വസ്തരായിരിക്കണം. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചോ. 3 ദിവസത്തിനുള്ളിൽ എതിർ പാർട്ടിയുടെ നല്ല പേരിന് കളങ്കം വരുത്തിയാൽ മാത്രമേ നമുക്ക് അധികാരം തിരിച്ചു കിട്ടൂ. ഇല്ലെങ്കിൽ എന്നും അമാവാസിയായിരിക്കും, പൗർണമി കാണാനേ പറ്റില്ല. മാഡം, ഇവിടുത്തെ ക്യാമറ ഓൺ ആക്കട്ടെ മാഡം. ഓക്കെ, ലൈറ്റ്സ് ഓൺ. നമുക്ക് തുടങ്ങാം. നമസ്കാരം. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു ജയിലിലാണ്. അതായത് കുറ്റവാളികൾ എന്ന് മുദ്ര കുത്തപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരിടം. ഇതിലുള്ളവരെല്ലാം കുറ്റവാളികളാണോ അതോ പുറത്തുള്ളവരെല്ലാം നിരപരാധികളാണോ ആർക്കും അറിയില്ല. ജയിലിനുള്ളിൽ വലിയ വലിയ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ജയിലിനുള്ളിലുള്ള ഒരു മഹത് വ്യക്തിയാണ്. ഇദ്ദേഹം ജയിലിനുള്ളിലൊരു സംഗീതജ്ഞനാണ്. തന്റെ കഴിവുകൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരെ ഭ്രാന്ത് പിടിപ്പിച്ചൊരു സംഗീതജ്ഞനാണിത്. ഈ കാലഘട്ടത്തിലെ സൂപ്പർ സ്റ്റാർ മിസ്റ്റർ ധർമ്മയാണ് ഞാൻ ഇന്നിവിടെ ഇന്റർവ്യൂ ചെയ്യാനായി വന്നിരിക്കുന്നത്. എല്ലാ പൗർണമിയിലും വല്ലാത്തൊരു ആവേശത്തിലും സംഗീതം വായിക്കുക എന്നത് ഇദ്ദേഹത്തിന്റെ പതിവായിരുന്നു. ഇന്നും പൗർണമിയാണ്. ഇന്ന് അത് നടക്കുമോ ഇല്ലയോ? മിസ്റ്റർ ധർമ്മ ഒരു സംഗീതജ്ഞൻ മാത്രമല്ല, സമുദായത്തിലെ സ്ത്രീകൾക്കും അനാഥ കുട്ടികൾക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ദാനം ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ പറയാതെ കട്ട് ചെയ്യരുതേ. ഇന്റർവ്യൂ? അതെ, ഒരു ചെറിയ മാറ്റർ, ഒരു വീഡിയോ ഇന്റർവ്യൂ. ആരാ പെർമിഷൻ തന്നെ? ആരാധികയ്ക്ക് ഇന്റർവ്യൂ എടുത്താൻ പെർമിഷൻ ആവശ്യമില്ലെന്ന് ഞാൻ കരുതുന്നു. ഗെറ്റ് ഔട്ട്. സർ, സർ, നാട് മുഴുവൻ നിങ്ങളുടെ പാട്ട് കേട്ട് രസിക്കുന്നുണ്ട്. നിങ്ങൾ ആരാണെന്ന് അവർക്ക് അറിയണ്ടേ? എനിക്ക് ഒരു അവസരം താ. അതിന്റെ ആവശ്യമില്ല. എന്റെ ജീവിതത്തെ പറ്റി ആരും അറിയാൻ വേണ്ട. സർ, പ്ലീസ് സർ, ഞാൻ ഒരുപാട് തവണ ഇതിന് ശ്രമിച്ചത് സർ. ഇപ്രാവശ്യമെങ്കിലും ഒന്ന് സമ്മതിക്ക്. ദാ നോക്ക്, ഈ നാട്ടില് എന്നാണോ എല്ലാ കുട്ടികളും പട്ടിണിയില്ലാതെ കഴിയുന്നത്, അതുമല്ലെങ്കിൽ എന്നാണൊരു പെൺകുട്ടിക്ക് പാതിരാത്രിക്ക് ഒറ്റയ്ക്ക് ധൈര്യത്തോടെ നടക്കാൻ കഴിയുന്നോ, അന്ന് ചോദിക്കും നിന്റെ ഇന്റർവ്യൂ. ഗോ ആൻഡ് സ്ലീപ്. അറ്റ്ലീസ്റ്റ് ഒരു ഓട്ടോഗ്രാഫെങ്കിലും. നോ. എന്റെ ചേട്ടന്റെ ഹൃദയവും മനസ്സും വലുതാണെന്ന് നിങ്ങളുടെ അനിയത്തി പറഞ്ഞത് എത്ര വലിയ നുണയാ. സഹോദരിയോ? അതെ, അവർ എന്റെ ഓഫീസിലെ റിപ്പോർട്ടറായിട്ടാ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കറിയില്ല? എന്റെ പെങ്ങളെ നന്നായി നോക്കണേ. അവൾ കരഞ്ഞ് ഈ ലോകം മുഴുവൻ ഞാൻ കരയിപ്പിക്കും. ലൈറ്റ്സ് ഓൺ. സോറി, ഇന്ന് മിസ്റ്റർ ധർമ്മയുടെ ഇന്റർവ്യൂ നമുക്ക് കിട്ടിയില്ല. ബട്ട് ഒരു ഓട്ടോഗ്രാഫ് കിട്ടി. ആരാണ് ഈ പെൺകുട്ടി? സിനിമ നടിയെ പോലെ ഉണ്ടല്ലോ. ചിത്ര എന്നാ പേര്, പത്രത്തിൽ എഡിറ്ററാ. ഇങ്ങനെ ഭംഗിയുള്ള കുട്ടികളൊക്കെ പ്രസംഗിപ്പിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി 4 പേരെങ്കിലും കൂടും. നമ്മുടെ പാർട്ടിയിലുണ്ട് കുറെ പ്രായവും വയസ്സും ചെന്ന് ഒന്നിനും കൊള്ളാം. നമസ്കാരം നേതാവേ. വാ, നിങ്ങൾ എപ്പോഴാ വന്നേ? സർ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾ പോയിക്കോ, പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. പോകുമ്പോഴേ ആ സ്റ്റീം ഓഫ് ചെയ്ത് പോയിക്കോ. പറയ്. ഞങ്ങൾ എതിർ കക്ഷിയുടെ ആളാണെങ്കിലും മാസാമാസം പടി തരാൻ നിങ്ങളുള്ളപ്പോൾ ഞങ്ങൾക്ക് ഒന്നിൻ്റെ ഒരു കുറവും ഇല്ല സാർ. ഞാനതിനിപ്പോൾ എന്താ ചെയ്തേ?
നിങ്ങൾ എതിർകക്ഷിയിലില്ലെങ്കിൽ പിന്നെ എതിർകക്ഷിയിലെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ അറിയാനാ? എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. അതൊക്കെ ശരിയാ നേതാവേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുള്ളപ്പോ അയാൾക്ക് പോയി ഞങ്ങൾ ജയ് വിളിക്കണമെന്ന് പറയുമ്പോ ഇതുപോലൊരു സങ്കടം വേറെ ഇല്ല. ശരി, രാജ്യത്തെ രക്ഷിക്കാൻ കാലാൾപ്പട, കുതിരപ്പട എന്നൊക്കെ ഉണ്ടായിരുന്നാലും രാജാവിനെ രക്ഷിക്കാൻ ഒരു പ്രത്യേക പടയുണ്ടായിരുന്നല്ലോ. അതുപോലെ ഇതൊരു രാജതന്ത്രം തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എടാ, അറിയാവുന്ന കാര്യങ്ങളൊക്കെ തുറന്നങ്ങ് പറ. നമ്മുടെ സൈഡ് കുറച്ച് വീക്കാണ് നേതാവേ. അവർ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് അവരോട് ആർക്കും അടുക്കാൻ പറ്റുന്നില്ല. അത് ശരി. അപ്പൊ സ്ത്രീകളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അവർ ഉണ്ടാവില്ല അല്ലേ? അതെ നേതാവേ. സ്ത്രീകൾക്ക് എതിർകക്ഷിയുടെ മേൽ വെറുപ്പ് വരുന്ന രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമ്മൾ ജയിക്കും അല്ലേ? എല്ലാത്തിനും അതെ അതെ എന്ന് പറയുന്നവരാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും എതിർകക്ഷിയുടെ ID കാർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓ, എന്തൊരു ആത്മാർത്ഥത. പിന്നെ നിങ്ങളുടെ മഹിളാ വിങ്ങിനെ എവിടേക്കാ വിളിച്ചിരിക്കുന്നത്? അതും എപ്പോ? നമ്മുടെ കലാലയത്തില് നാളെ വൈകുന്നേരം 5:30 മണിക്ക്. ഇനി എന്താ വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നാളെ നമ്മുടെ വനിതാ വിങ് എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവരെന്തെങ്കിലും പറയട്ടെ. 7:30 മണിക്ക് നിങ്ങൾ അകത്ത് പോയി 2 പേര് മെയിൻ സ്വിച്ചിൻ്റെ അടുത്ത് നിൽക്കണം. അതുപോലെ ഓരോ കതകിൻ്റെ അടുത്തും 2 പേര് വെച്ച് നിൽക്കണം. കൃത്യം 7:45 മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നേരെ കതക് പൂട്ടി അകത്തിരിക്കണം. എന്തുപറ്റി? സ്റ്റക്കായി പോയല്ലോ. നേതാവേ, സത്യമാണോ ഈ പറയുന്നേ? നേതാവ് അപ്പോ നിങ്ങളാണ് റേപ്പ് ചെയ്യുന്നത്. ശരിയെന്നാ, ഞാൻ പോലീസിലേക്ക് ഫോൺ വിളിച്ച് പറയാം. നേതാവേ, ഞങ്ങളെ ഒറ്റ കൊടുക്കുകയാണോ? അതെ, എന്നാലല്ലേ പോലീസുകാർക്ക് നിങ്ങളെ പിടിക്കാൻ പറ്റൂ. പിടിച്ചാലല്ലേ ഇതൊക്കെ ചെയ്തത് എതിർകക്ഷിക്കാരാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റൂ. അങ്ങനെ പിടിച്ചാലല്ലേ എതിർകക്ഷിയുടെ മേൽ ജനങ്ങൾക്ക് ദേഷ്യം വരൂ. അങ്ങനെ ദേഷ്യം വന്നാലല്ലേ നമുക്ക് ഈ തവണ ജയിക്കാൻ പറ്റൂ എന്ന് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയത്. നേതാവേ, ഇതൊരു ഭയങ്കര തന്ത്രമാണല്ലോ. പോലീസ് പിടിച്ച അവര് തല്ലി പരിപ്പെടുക്കുകയും ചെയ്യും, ചോദ്യം ചോദിക്കുകയും ചെയ്യും. DIG എനിക്ക് അറിയാവുന്ന ആളാ, ഒരു പേടിയും പേടിക്കണ്ട. അവിടെ പോയി എന്തൊക്കെ പറയണം, എവിടെയൊക്കെ കരയണമെന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് വാങ്ങി മനഃപ്പാടമാക്കി വെക്കുക. ശരി, പോയിക്കോ. നിങ്ങളുടെ കുടുംബത്തെ ഞാൻ നോക്കിക്കോളാം. എങ്ങനെയെങ്കിലും ഈ തവണ നമുക്ക് സംശയമേ ഇല്ല നേതാവേ. എന്നാ പിന്നെ നിങ്ങൾക്ക് പോവാം. നമ്മുടെ നേതാവ് ജയിക്കട്ടെ. 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 മോളെ, ഇതൊരു രഹസ്യ കൂട്ടായ്മയാണ്. ബാഡ്ജൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ അവിടെ ഇരുന്നത്. ഞങ്ങൾ മോളെ, നമ്മൾ അധികാരത്തിൽ വന്നാ ഓരോ ആൾക്കും തയ്യൽ മെഷീൻ കിട്ടും. അടിച്ചുകൊണ്ടേയിരുന്നു. ഇതൊരു സാധാരണ മീറ്റിംഗ് പോലെ തോന്നുന്നില്ലല്ലോ. എന്താ, ഒരു 4 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുവോ? ഈ സ്ത്രീകളൊക്കെ അവരുടെ നാട്ടിൽ വോട്ട് ചോദിക്കാതെ ഇവിടെ എന്തിനാ വോട്ട് ചോദിക്കുന്നേ? എനിക്ക് തോന്നുന്നത് ഇതിലെന്തോ ഗുരുതരമായൊരു ചുറ്റുക്കളി ഉണ്ടെന്നാ. അത് മാത്രമല്ല, ഇത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള മീറ്റിംഗാ. നമ്മുടെ പത്രത്തിൽ ഇത് ന്യൂസായി വരണം. എനിക്ക് അകത്ത് വരാനാവില്ല. അവർക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും. നീ ഒരു കാര്യം ചെയ്യേ, അവിടുന്ന് ബാഡ്ജും കാര്യങ്ങളും എടുത്തിട്ട് അകത്തേക്ക് ചെല്ല്. അവരവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് പ്രധാനമാണ്. അയാൾ പറഞ്ഞ പോലെ ഇന്ന് നടക്കുന്ന ഈ മീറ്റിംഗില് ആരുടെ വിധിയെ മാറാൻ പോകുന്നതെന്ന് നമുക്കറിയാം. എല്ലാം ശ്രദ്ധിച്ചു കേക്ക്. നമ്മുടെ നാടിന്റെ തലവിധി മാറ്റപ്പെടുമെന്ന് സാറ് പറഞ്ഞു. ഈ വിധി നമ്മളെയും ബാധിക്കുന്ന കാര്യമാണ്. എന്താന്ന് വെച്ചാ, ഒരു നാടിനെ നിലനിർത്തുന്നത് സർക്കാരാണ്. എന്തൊക്കെ തന്നെ ആയാലും സ്ത്രീകൾക്കും സ്ഥാനമാനങ്ങൾ ഉണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാനാവില്ല. നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ത്യാഗങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ എന്ത് ത്യാഗമാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാ, ഈ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഞാനാണ് കാരണമെന്ന് വിചാരിക്കുമ്പോൾ മനസ്സിന് ഒരുപാട് വിഷമമുണ്ട്. ഇത്രയും നാൾ ഞാൻ ദൈവത്തിന് പ്രാർത്ഥിച്ചിട്ടില്ല.
Mike 26 calling control room. Mike 26 calling control. Control room calling. Mike 26 calling control. അപകടം നടന്നിരിക്കുന്ന ലൊക്കേഷൻ. ഒരുപാട് പേര് പരിക്കേറ്റിട്ടുണ്ട്. ഓവർ ഓവർ. എക്സ്ട്രാ ആംബുലൻസ് അറേഞ്ച് ചെയ്യും. പറഞ്ഞിട്ടുണ്ട് സാർ. പിന്നെ എക്സ്ട്രാ ഡോക്ടേഴ്സും. ഓക്കെ സാർ. പെട്ടെന്നാവട്ടെ. മാഡം താങ്കൾക്ക് ഇതിനെപ്പറ്റി എന്താണ് സംസാരിക്കാനുള്ളത്? എന്താണ് താങ്കൾ എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും അടയാളം പറയാൻ അറിയാമോ? ഇല്ല, ആളെ കണ്ട മനസ്സിലാവോ? കഴിഞ്ഞു. ഒന്നും ചെയ്യണ്ട, പിടിച്ചോണ്ടോ ഇവരെ കൊണ്ടുവരാം. ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഓ, മരിച്ചത് പോലീസുകാരെടുത്തിട്ടുണ്ട്. അവരോട് പറഞ്ഞാൽ മതി. നിങ്ങളാണ് ചിത്ര. നിങ്ങൾ പത്രത്തിൽ എഴുതണം. ഇതെല്ലാം നീലകക്ഷിക്കാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ പിടിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇതിനെല്ലാത്തിനും പുറകിൽ ആ നേതാവാണ്. നിങ്ങൾ നിൽക്ക്, ഞാൻ പോലീസിനെ വിളിക്കാം. ഒരു പ്രധാന സാക്ഷിയുണ്ട്. ഒന്ന് വരൂ സർ, പ്ലീസ്. വരൂ സർ, പ്ലീസ്. ചേച്ചി, ചേച്ചി നോക്ക്, എന്നെ നോക്ക്. ചേച്ചി, ചേച്ചി കണ്ണു തുറക്കാം. നമസ്കാരം. പ്രധാന വാർത്തകൾ. രാത്രി 8 മണിക്ക് നടന്ന പൊതുയോഗത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് അപകടമുണ്ടായി. എതിർ കക്ഷിയിൽപ്പെട്ട ചില ആളുകൾ വന്ന് സ്ത്രീകളെ പീഡിപ്പിച്ചു. 16 പേരെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തു. മരിച്ച സ്ത്രീകളിൽ പലരും സംഘടനയുടെ നേതാക്കളായിരുന്നു. ഈ ആക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച 27 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. എതിർ കക്ഷികൾ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് പോലീസ് വ്യക്തമാക്കി. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഞങ്ങൾ എന്തിനു കളവ് പറയണം? ആ പെണ്ണുങ്ങളെ ഞങ്ങളല്ല നശിപ്പിച്ചത്. ഞങ്ങളുടെ നേതാവ് ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ്. എതിർ കക്ഷിക്കാര് ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ നേതാവിനെ പറ്റി അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ വിരോധമാണെന്ന് മാത്രം കരുതി വേറെ വിരോധമൊന്നും ഇല്ലെന്ന് എഴുതി വെച്ചേക്ക് സാർ. എന്റെ പാർട്ടിക്ക് ഭരണം കിട്ടത്തില്ലെന്ന് പറഞ്ഞോട്ടെ, സാരമില്ല. എന്റെ പാർട്ടിക്ക് അണികൾ കുറവാണെന്ന് പറഞ്ഞോട്ടെ, അങ്ങനെയാണെങ്കിലും ഞങ്ങൾ അടങ്ങിയിരുന്നേനെ. പക്ഷെ ഞങ്ങളുടെ നേതാവിന് ധൈര്യമില്ലെന്ന് പറഞ്ഞ ആ പാർട്ടിക്കാര്, ആണത്തില്ലെന്ന് പറഞ്ഞു ആ പാർട്ടിക്കാര്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നേതാവിന് മാത്രമല്ല ഞങ്ങളുടെ പാർട്ടിക്കാർക്കെല്ലാം ആണത്തുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തത്. നേതാവ് അല്ല സാർ, ഈ മാനഭംഗ കേസിൽ നിങ്ങളുടെ കക്ഷിയിലെ 50 പേര് അറസ്റ്റിലായിട്ടുണ്ടല്ലോ സാർ. അതിനെപ്പറ്റി അതെന്താന്ന് വെച്ചാ അവര്
ഞങ്ങളുടെ പാർട്ടിക്കാരാന്നാ പറയുന്നത്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് അവർ പോലീസിൽ ഏറ്റു പറഞ്ഞിട്ടുണ്ടല്ലോ സാർ. എന്നോട് നിങ്ങളൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയട്ടെ നിങ്ങൾക്ക് സംഭവിച്ചേ പറഞ്ഞു മനസ്സിലാവില്ലേ? ഭരണപക്ഷം തോൽക്കട്ടെ, നമ്മുടെ പക്ഷം വിജയിക്കട്ടെ. 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 സാർ, ഇപ്പൊ ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ശിവം, തെറ്റ് ചെയ്തവർ ഒരിക്കൽ ശിക്ഷിക്കപ്പെടുമെന്ന് പൂർവികർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. മാത്രമല്ല, നമ്മുടെ അമ്മ പെങ്ങന്മാർക്കെതിരെ ഉണ്ടായ ഈ അനീതിക്കെതിരെ ജനങ്ങൾ എന്ത് ചെയ്യണമെന്നാണോ ചിന്തിക്കുന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. സാർ, ഒരുപക്ഷെ നിങ്ങൾ അധികാരത്തിൽ വന്ന എത്രയും പെട്ടെന്ന് തന്നെ മാന നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് പുതിയൊരു ജീവിതം നൽകും. നേതാവ് വിജയിക്കട്ടെ. അവർക്കൊരു വീട് വെച്ച് കൊടുക്കും. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. നേതാവ് വിജയിക്കട്ടെ. എന്താന്ന് വെച്ചാൽ സ്ത്രീകൾ എന്നും ദൈവങ്ങൾക്ക് തുല്യമാണ്. അമ്മയെ ദൈവമായിട്ട് കാണുന്ന നാട്ടിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. നിങ്ങളോട് ഞാനൊരു സത്യം പറയാം. അന്ന് നടന്നത് ശരിക്കുള്ള സമ്മേളനമാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ആളുകളുടെ സഹതാപം കിട്ടുന്നതിന് വേണ്ടി എതിർ വിഭാഗം ചെയ്ത സംഘടനകളത്. തിരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങൾക്ക് ഇത് മനസ്സിലായാൽ മാത്രമേ അവരെ കോടതിയിലേക്ക് വിടാതെ തടുക്കാനാവൂ. തടുത്താൽ മാത്രമേ സ്ത്രീകൾക്ക് രക്ഷയുണ്ടാകൂ. ഈ സത്യം നാട്ടുകാരെ മുഴുവൻ മനസ്സിലാക്കി കൊടുക്കാൻ എല്ലാവരും കൂട്ടം കൂടി പ്രകടനങ്ങളും കോലം കത്തിക്കലും നടത്തേണ്ടതുണ്ട്. എന്നാൽ ഇവരെ മുഖംമൂടി പുറത്തു മാറ്റി വരൂ. അതിനുവേണ്ടി എന്ത് സഹിക്കേണ്ടി വന്നാലും ശരി, എതിർ കക്ഷിയുടെ യഥാർത്ഥ മുഖം എല്ലാവരും അറിയണം. കെ ബാലു എന്ന ബാലസുബ്രഹ്മണ്യനായ ഞാൻ ജനിച്ച ഇന്ത്യൻ മണ്ണിനു വേണ്ടി എന്നെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത കേരളത്തിനും ജനങ്ങളുടെ നന്മയ്ക്കായും സാമൂഹികമായ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി രാത്രിയും പകലും നോക്കാതെ അധ്വാനിച്ച് ഇന്ത്യൻ മണ്ണിനും ഇന്ത്യ നാട്ടിലുള്ള നിയമങ്ങൾക്കും അനുസരണയുള്ളവനായി ജീവിച്ച് ഭാരതദേശത്തിന്റെ പെരുമയ്ക്ക് വേണ്ടി അധ്വാനിക്കുമെന്ന് നിങ്ങളുടെ മുന്നിൽ സത്യം ചെയ്യുന്നു. ജയ് ഹിന്ദ്. ഇനിയും ഈ പേനയെ വിശ്വസിച്ച് അനങ്ങാതെ ഇരിക്കണമെന്നാണോ? ഈ പേന കൊണ്ട് എഴുതുവാണെങ്കിൽ ഇവർക്ക് മാറ്റമുണ്ടാവുമെന്നാണ് കരുതുന്നത്? അല്ലെങ്കിൽ ഞങ്ങളൊരു കംപ്ലൈന്റ് കൊടുത്താ ഒരു ബുദ്ധനായി മാറുമെന്നാണോ? നെവർ. ഇത് നോക്ക്, അവരൊരിക്കലും മാറാൻ പോകുന്നില്ല. സ്ത്രീകളെ പീഡിപ്പിച്ച് കൊല്ലുന്ന ഇവന്മാരൊക്കെ മാറുമെന്നാണ് നിങ്ങളൊക്കെ ശരിക്കും വിചാരിക്കുന്നത്? എന്ത് ചെയ്യാൻ കഴിയും? അതിന് പറ്റിയ വക്കീലിനെ ഏർപ്പാട് ചെയ്താൽ നീതി കിട്ടും. നിയമത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? You have not been raped. അത് നിയമത്തെ പറ്റി പറയുന്നത് എന്ത് നിയമമുള്ളത്? കള്ള സാക്ഷികളെയും വെച്ച് നിരപരാധികളെ കൂട്ടിക്കയറ്റി നിർത്തി വിചാരണ ചെയ്യുന്നതോ? അതോ പീഡിപ്പിച്ച ആളുകള് 5 വർഷം ജയിലിൽ കഴിഞ്ഞതുകൊണ്ടോ പെണ്ണുങ്ങൾക്ക് നഷ്ടമായി പോകുന്ന മാനം ഒരു വരി പോലും എഴുതാതെ പോകാനുള്ളതാണോ? അതാണോ നീതി? അല്ല. നമുക്കെന്ത് ശക്തിയില്ല. എന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന് അച്ഛനെ തരാൻ നിങ്ങളുടെ നിയമത്തിന് കഴിയോ? അച്ഛൻ ആരാണെന്ന് മക്കൾക്കറിയില്ലായിരിക്കും. ഞങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഞങ്ങൾക്ക് മരിക്കാനല്ലാതെ വേറെ ഒരു വഴിയും ഇല്ലല്ലോ. കറക്റ്റ്. ആത്മഹത്യ ചെയ്യണം, വേറെ വഴിയില്ല. കാരണം പീഡിപ്പിച്ച പെൺകുട്ടികളുടെ കല്യാണം നടത്തി താലി കെട്ടി സന്തോഷമായി ജീവിക്കാൻ വേണ്ടി അതിലവർക്ക് ജനിച്ച കുട്ടികളെ നോക്കാൻ വേണ്ടി ആർക്കെവിടെ ധൈര്യമുള്ളത്? അതുകൊണ്ട് ആത്മഹത്യ ചെയ്യല്ലാതെ വേറെ വഴിയില്ല. എന്നാ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു തെറ്റും ചെയ്യാത്ത നമ്മൾ എന്തിനാണ് കൊലപാതകികളാകുന്നത്? തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിച്ചിട്ട് അതിനുശേഷം നമ്മൾ ചാവുന്നതിനെ പറ്റി ചിന്തിക്കാം. എന്താ?
എന്താ കാലം ചെല്ലും തോറും പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യണോ? നമുക്കെന്ത് ശക്തിയില്ലേ, ധൈര്യമില്ലേ? ആണുങ്ങൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് പാല് കൊടുത്ത് വളർത്തിയ ആ കൈകൾക്ക് 10 മടങ്ങ് ധൈര്യമുണ്ടെന്ന് ഈ ലോകം അറിയണം. എന്തു പറയുന്നു? പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ അവരോടൊപ്പം തന്നെ ജീവിക്കണമെന്ന് പറയുന്ന ആണുങ്ങൾക്ക് ഇതെല്ലാം ഒരു പാഠമായിരിക്കണം. പാവത്തിന്റെ ശമ്പളം മരണമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ചാവണം. ഈശ്വരൻ തന്നെ വിധി കൽപ്പിക്കുമെന്ന് നമുക്ക് കൈയും കെട്ടി കാത്തിരിക്കാനാവില്ല. വിധിയെ കാത്തിരിക്കാതെ നമ്മൾ തന്നെ വിധി നടപ്പിലാക്കണം. അവര് ജീവനോടിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ പെണ്ണിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പുരുഷന്മാരെ ഈ ലോകത്ത് നിന്നും ഇല്ലാതാക്കിയാലേ സ്ത്രീകൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ. Kill them. അല്ല, ഇതെങ്ങനെ ചെയ്യുന്നേ? നമ്മൾ ചെയ്യണോ അതോ പുറത്തുനിന്ന് ആള് വെക്കണോ? ഇത് നമുക്ക് നേരിട്ട് ചെയ്യാനാവില്ല. അതുപോലെ ഇടനിലക്കാരുണ്ടായിട്ടും കാര്യമില്ല. എന്തു വന്നാലും ഈ കാര്യത്തിൽ രക്തപ്പുഴ ഒഴുകാൻ പോവുകയാണ്. സ്നേഹത്തിന്റെ ഒരു അടയാളമാണ് വേണ്ടത്. സംഗീത ചക്രവർത്തി ധർമ്മൻ 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 സെക്യൂരിറ്റി എന്ന് പറഞ്ഞ രാത്രി റിലീസ് ചെയ്യുന്നില്ലേ? ഇത് നിങ്ങളുടെ ആരാധകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? എന്താ സാർ, റിലീസിന് മുമ്പ് പ്രോഗ്രാം വെച്ചിട്ടില്ലേ? അത് പണത്തിന്റെ അർത്ഥം കൊണ്ടാണോ അതോ സംഗീതത്തിനുള്ള സ്നേഹം കൊണ്ടാണോ? എന്താ സാർ, മൗനവ്രതമാണോ? ഒരു ചോദ്യത്തിന് ഉത്തരം തരുന്നില്ലല്ലോ. സാർ, നിങ്ങളുടെ കല്യാണം എപ്പോഴാ? സാർ, വിദേശ പ്രോഗ്രാം വല്ലതും ഉണ്ടോ? അങ്കിളുടെ പ്ലെയിൻ സ്കൂളിലാണ് ഞാനും പഠിക്കുന്നത്. ഭക്ഷണമൊക്കെ അവിടെ നിന്ന് തന്നെയാ കഴിക്കുന്നത്. അങ്ങനെയാണോ? എത്രയല്ലേ പഠിക്കുന്നേ? ഞാൻ ഇപ്പൊ എന്റെ സ്കൂളില് 5ാം ക്ലാസ്സിലാ പഠിക്കുന്നേ. നന്നായിട്ട് പഠിക്കണേ. ധർമ്മൻ വിജയിക്കട്ടെ! 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 പോവാം. പെങ്ങള് വന്നില്ലേ? അവള് പത്ര ഓഫീസിന്റെ കാര്യത്തിനായി എന്തോ പുറം നാട്ടിലെവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞ് പോയതാ. ഞാൻ എന്തെങ്കിലും അവളോട് ചോദിച്ചാ നീ എന്നെ വഴക്കു പറയുമെന്നാ പറയുന്നത്. രാവിലെ ഗുഡ് മോർണിംഗ് വലിയച്ച, ഞാൻ ഓഫീസിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോവും. പിന്നെ ഗുഡ് ഈവനിങ് വലിയച്ച, മഹിളാ സംഘത്തിലേക്ക് പോട്ടെ എന്ന് പറയും. അവസാനം ഗുഡ് നൈറ്റ് വലിയച്ച, ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറയും. പക്ഷേ ഒരാൾക്കും അവളെ എതിർക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രത്യേകതരം ടൈപ്പാ. അതുകൊണ്ട് ഞാനും ഒന്നും പറയാതെ ബാംഗ്ലൂരിൽ പിച്ചക്കാരുടെ സമ്മേളനത്തിന് പോയിട്ട് ഇന്നാ വന്നത്.
കിളിപ്പാട്ട് കേൾക്കൂ നെഞ്ചമതിലേറ്റ് ആട്ടം പാട്ടം ആടും കൂട്ടം കൂട്ടായി കൂട് ഹേ ഞാനും വാഴും മന്നനായി പാരവാരം കണ്ടു ഞാൻ. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും നാൾ എൻ്റെ പാട്ടുകളെല്ലാം റെക്കോർഡിങ്ങിലൂടെയും കാസറ്റിലൂടെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. ഞാൻ ആദ്യമായിട്ട് നേരിട്ട് അവതരിപ്പിക്കുന്ന പ്രോഗ്രാം ഇതായിരിക്കാം. സത്യം പറയുകയാണെങ്കിൽ ഞാനെപ്പോഴും പ്രിപ്പയർ ആയിട്ടില്ല. സോ എനിക്കൊരു 15 മിനിറ്റ് സാവകാശം തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ പ്രിപ്പയർ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ? അതുവരെ എൻ്റെ ട്രൂപ്പ് നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ? എന്താടാ ഇത്? സാറേ റോഡിലാരോ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അയ്യോ ആരാ നീ? ആരാടാ നീ? എന്തിനാടാ എന്നെ പിടിക്കുന്നത്? ആരാടാ നീ? ആരാ നീ? അയ്യോ ധർമ്മനോ? ധർമ്മ നീ എപ്പോഴാ വന്നേ? നിന്റെ കയ്യിലിരിപ്പ് കാരണം എന്റെ കുടുംബത്തിന്റെ തലവധി എന്നെ മാറിപ്പോയില്ലേ? ഞാൻ ആരാണെന്ന് നിനക്കറിയണോ? 18 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന കല്യാണിയുടെ മകനാ. ഇപ്പൊ നിന്റെ അന്തി എന്റെ കൈകൊണ്ടാ. ധർമ്മം ജയിച്ചാലും ഇല്ലെങ്കിലും ഈ ധർമ്മം ജയിക്കൂടാ.
Bastard. ചട്ടം എന്നും മേലെ തൂങ്ങും വാളായെങ്ങ് മുല്ലച്ചേലെ തൊട്ട് ചെന്നാൽ ഇഷ്ടമില്ലേ പാട്ടിനെന്നും വേലിയില്ലേ കേൾക്കും നെഞ്ചിൻ വേദമില്ലേ വേഗം മാറും മാറ്റമില്ലേ ദാഹം തീർക്കും താളമില്ലേ നാളെ നാളെ നല്ല നാളെ തേടി തേടി പോകാം ഞാനും വാഴും മന്നനായി വാരാവാരം കണ്ടു ഞാൻ മിന്നൽ കണ്ട് എന്നെ പോലെ നീയും ഇന്ന് സ്നേഹം കൊണ്ട് എന്നും പാടും നെഞ്ചമുണ്ട് കാലം മാറും നേരം ഇതേ കാവൽക്കാരൻ ഞാനേ ഞാനേ കാട്ടു തീ പോൽ പാട്ടായി വന്നേ നാട്ടിൽ മാറ്റമായി നിന്നേ പാടും പാട്ടായി ഞാനും നീയ് പാടും പാട്ട് ഒന്ന് ഞാനും വാഴും മന്നനായി പാരവാരം കണ്ടു ഞാനും പാടും കിളിപ്പാട്ട് കേൾക്കും നെഞ്ചമതിലേറ്റ് ആട്ടം പാട്ട് ആടും കൂട്ടം കൂട്ടായി കൂടുമിന്നേ കൺഗ്രാറ്റുലേഷൻസ്. ഈ കയ്യടി നടന്ന കച്ചേരിക്ക് വേണ്ടിയല്ല, നിങ്ങൾ നടത്തിയ കൊലപാതകത്തിനാണ്. ഞാനിതെങ്ങനെ അറിഞ്ഞുന്നാണോ? ജയിലിൽ നിന്നും വന്ന ശേഷം നിങ്ങൾ ഇവിടുന്ന് ശ്വാസം പോലും ഞാൻ എണ്ണുന്നുണ്ട്. അന്ന് മുതല് ഞാൻ നിങ്ങളുടെ പിന്നാലെയാ. ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ സമൂഹം നേരെയാവില്ല. ഇവിടെയുള്ള എല്ലാ കുറ്റവാളികളെയും നിങ്ങൾ ശിക്ഷിക്കണം. എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്തിനവരെ ശിക്ഷിക്കണം? ലോകത്തുള്ള കുറ്റവാളികളെ ശിക്ഷിക്കുന്ന എന്റെ ജോലിയല്ല. എന്റെ വഴിയെ തടസ്സപ്പെടുത്തി എന്റെ കുടുംബത്തെയും ജീവിതത്തെയും നശിപ്പിച്ചവനാണ് ഞാൻ കൊന്നു കൊല വിളിച്ചത്. ശിക്ഷിക്കുന്നത് എന്റെ കുലത്തൊഴിലല്ല. ഈ കൊലയ്ക്ക് പിന്നിലൊരു ബന്ധമില്ലാതെ കൊല്ലാൻ ഞാനൊരു കൊലയാളിയല്ല. ബന്ധമുണ്ട്. കാരണം അപമാനിക്കപ്പെട്ട സ്ത്രീകളിൽ ഒന്ന് നിങ്ങളുടെ സിസ്റ്ററാണ്. ഇല്ലാന്ന് പറ, ഇല്ലാന്ന് പറ, പറയ്, ഇല്ലാന്ന് പറയ്.
ചേട്ടാ 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 ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത് ദൈവത്തിന് പോലും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ചേട്ടാ നമ്മൾ സന്തോഷപ്പെട്ടിരിക്കുന്ന ആ ദൈവത്തിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് ഈ സമുദായത്തിന് ഇഷ്ടപ്പെടുന്നില്ല. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു, ചെറിയമ്മയെ നശിപ്പിച്ചു, നമ്മുടെ ഈ കുടുംബം തന്നെ അവരില്ലാതാക്കി. അപ്പോഴും തീർന്നില്ല ഈ സമുദായത്തിന്റെ വെറി. ഇപ്പോ ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇത്ര കാലം അകത്ത് കിടന്നത്? ഈ ലോകത്തെ തന്നെ വിലപേശി ഞാൻ ആരെയാണോ സന്തോഷപ്പെടുത്തി ജീവിക്കാൻ ആഗ്രഹിച്ച് ആ ജീവനെ ഇങ്ങനൊരവസ്ഥയിൽ അവൻ കാരണമായത് ആരായാലും അവൻ ഇനി ഏത് കൊട്ടാരത്തിലാണെങ്കിലും ശരി വേരടക്കം മറക്കാതെ ഞാൻ വിടില്ല. ബുദ്ധനും ഗാന്ധിയും പറഞ്ഞത് കേട്ട് കുറെ നാൾ അടങ്ങിയിരുന്നത് കൊണ്ടാ അക്രമികൾ അധികമായത്. എന്നെപ്പോലെ കുറച്ചുപേര് മാത്രം ഇങ്ങനെ അറിഞ്ഞിറങ്ങിയാലേ ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റൂ. നിനക്കിനി കണ്ണീര് തുടയ്ക്കാം. തിരിച്ചടിക്കാനുള്ള സമയമായി. ഒന്നും അറിയാത്ത പ്രായത്തില് വെറും ദേഷ്യത്തിന്റെ പുറത്താണ് ഞാൻ കൊലയാളിയായത്. പക്ഷെ ഇപ്പോ പലരെയും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൊലയാളിയാകാതെ എനിക്ക് വേറൊരു ഓപ്ഷനില്ല. ഇവനെ പോലുള്ളവന്മാരെ തീർത്താൽ മാത്രമേ ഈ നാട് നന്നാവുള്ളൂ. ഇത് ചെയ്യാൻ ഭഗവാൻ കൃഷ്ണൻ വന്നാലോ ഇല്ലെങ്കിലും അത് ചെയ്യാൻ ഈ ധർമ്മൻ ഉണ്ടാകും. മോനെ മോനെ പ്രോഗ്രാമിന് ടൈമായി, പുറപ്പെടും മോനെ. ആരാ 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 ഇങ്ങോട്ട് വന്നേ? ഇതാരാ? എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഇവിടെ പോയി തരാമോ? എന്നെ ഒന്നും ചെയ്യല്ലേ. ചേട്ടാ 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 എനിക്ക് പേടിയാവുന്നു. അവൻ പോയിട്ടില്ല ചേട്ടാ, അവൻ പോയിട്ടില്ല ചേട്ടാ. അവനെ പറഞ്ഞയക്കാം. ആടുകുരുവി ഇരട്ട വാൽക്കുരുവി ഇപ്പോൾ കൂട്ടിനുള്ളിലായി തന്റെ കഥയെ പാട്ടിലായി പറയും ഈ പാട്ടിനുള്ളിലായി. പാടും കുരുവി ഇരട്ട വാൽക്കുരുവി ഇപ്പോൾ കൂട്ടിനുള്ളിലായി തന്റെ കഥയെ പാട്ടിലായി പറയും ഈ പാട്ടിനുള്ളിലായി. ഇന്നാളിൽ നീ
നിനക്ക് കല്യാണ വയസ്സ് ചൊല്ലു നീ പാട്ടിലായി നില്ലോല മനസ്സ് ചില കാര്യങ്ങൾ ചൊല്ലിടാമോ പാടും കുരുവി ഇരട്ട വാൽ കുരുവി ഇപ്പോൾ കുട്ടിനുള്ളിലാ എന്റെ കഥയെ പാട്ടിലായി പറയും നീ പാട്ടിനുള്ളിലാ മനമെങ്ങും നെരുപ്പിതിലായി എരിയും തീക്കനലായി നിറയെ നീ മഴ പോൽ പെയ്യും നിരം അണഞ്ഞിടുമാ കനലൊരു തരിയായി മനമെങ്ങും നെരുപ്പിതിലായി എരിയും തീക്കനലായി നിറയെ നീ മഴ പോൽ പെയ്യും നിരം അണഞ്ഞിടുമാ കനലൊരു തരിയായി കണ്ണാൽ നീ കൊല്ലാതെ വാക്കാൽ നീ കൊല്ലാതെ നീ നോക്കി ചിരിക്കാതെ എൻ നെഞ്ചം മുറിക്കാതെ ഏതോ മോഹം എൻ നെഞ്ചിലുയരെ ഞാനേ തടുക്കും വീഴാതെ കാലം നേരം നീ വന്നു ചേരും പോലും പോകും നീ ചേരും നേരം പാടും കുരുവി ഇരട്ട വാൽ കുരുവി ഇപ്പോൾ കൂട്ടിനുള്ളിലാ തന്റെ കഥയെ പാട്ടിലായി പറയും ഈ പാട്ടിനുള്ളിലാ ആരാരും കാണാതെ ദൂരങ്ങൾ താണ്ടിടുമേ മനമേ നീ ഏതോ മാരീച്ചനായി എന്നെ മയക്കും ഒരു തിരയായി ആരാരും കാണാതെ ദൂരങ്ങൾ താണ്ടിടുമേ മനമേ നീ ഏതോ മാരീച്ചനായി എന്നെ മയക്കും ഒരു തിരയായി ചെമ്മാന മേഘങ്ങളെ എന്നോട് കൂടെ വരൂ എല്ലാവർക്കും കാലം വരും എല്ലാവർക്കും നേരം വരും നാളെ നീയും നോക്കാതെ എന്ന് തോളായെന്നും നീ വാഴൂ വാഴും കാലം നന്നായി വാണാൽ സ്വർഗ്ഗത്തിൽ പോലും ഈ നാട്ടിൽ പുലരും പാടും കുരുവി ഇരട്ട വാൽ കുരുവി ഇപ്പോൾ കൂട്ടിനുള്ളിലായി പാടും കുരുവി ഇരട്ട വാൽ കുരുവി ഇപ്പോൾ കുട്ടിയുള്ളിലാ ഇന്നാളിൽ നിനക്ക് കല്യാണ വയസ്സ് ചൊല്ലു നീ പാട്ടിലായി നില്ലോല മനസ്സ് ചില കാര്യങ്ങൾ ചൊല്ലിടാമോ പാടും കുരുവി ഇരട്ട വാൽ കുരുവി ഇപ്പോൾ കുട്ടിയുള്ളിലാ എന്റെ കഥയെ പാട്ടിലായി പറയും നീ പാട്ടിനുള്ളിലാ പുതുവർഷം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ധർമ്മയുടെ ആരാധകരെ, ഇനി വെറും 5 നിമിഷം മാത്രമേ പുതുവർഷത്തിന് ബാക്കിയുള്ളൂ. പഴയത് പോകുന്നതും പുതിയത് വരുന്നതും കാലത്തിന്റെ പ്രതീക്ഷയാണ്. പാപം ചെയ്യാത്തവരായി ലോകത്തിൽ ആരും തന്നെയില്ല. കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ചെയ്ത പാപത്തിനുള്ള മാപ്പ് പറയലും നമ്മൾ ഇത്രയ്ക്ക് പാപം ചെയ്തിട്ടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇതിനു വേണ്ടിയിട്ട് 2 മിനിറ്റ് ലൈറ്റുകൾ അണയ്ക്കുന്നതായിരിക്കും. അതിന് പിന്നാലെ വരുന്ന ആ സുഖകരമായ ഇരുട്ടിനൊപ്പം പുതുവർഷത്തിന്റെ വിളക്കുകൾ തെളിയുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കണ്ണുകൾ മൂടേണ്ടതാണ്. പിന്നെ വിളക്കുകൾ തെളിഞ്ഞതിന് ശേഷം സംഗീത ചക്രവർത്തി ധർമ്മയുടെ ഗാനമേള തുടരുന്നതായിരിക്കും. താങ്ക് യു. ലൈറ്റ്സ് ഓഫ്.
അയ്യോ അയ്യോ ആരെ കൊന്നു? അയ്യോ അയ്യോ മന്ത്രി ആരെ കൊന്നിരിക്കണു? ഞാനല്ല കൊന്നത്. പോലീസ് 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 കമാൺ. ഇവിടെ ഇവിടെ കൊലപാതകം നടന്നിരിക്കുന്നു. ആരെ കൊന്നിരിക്കുന്നു? ഞാനല്ല. നോക്കൂ പോലീസ്. ഡോറെല്ലാം ക്ലോസ് ചെയ്. ആരും ഇവിടെ നനങ്ങാൻ പാടില്ല, ഇൻക്ലൂഡിംഗ് മിസ്റ്റർ ധർമ്മ. ഇൻസ്പെക്ടർ, ഞാനാണ് ഈ കൊല ചെയ്തത്. ഇതിന് വേറെ ആരും കാരണക്കാരല്ല. എന്നോട് ചെയ്ത തെറ്റിനുള്ള വേണ്ട, സ്റ്റേഷനിൽ ചെന്ന് പറയാം. അറസ്റ്റ് മീ. എല്ലാരും പുറത്തു പോ, പുറത്തു പോ, പുറത്തു പോ. നമുക്ക് നമുക്ക് പോവാം. പോവാം. പ്രശ്നം വേഗം നടക്കാം അങ്ങോട്ട്. കമോൺ. എന്താ ഇതെല്ലാം? നമ്മൾ പ്ലാൻ ചെയ്ത കൊലപാതകമാണ്. നമ്മൾ രക്ഷപ്പെടാനും മീഡിയക്കാർക്ക് നിങ്ങളുടെ മേൽ സംശയം വരാതിരിക്കാനും ശരിക്കും പ്ലാൻ ചെയ്തില്ല. അതുകൊണ്ടാണ് തോക്കിലെ ബുള്ളറ്റ്സ് എല്ലാം മാറ്റിയത്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ബുള്ളറ്റ് എടുത്ത് മാറ്റിയിട്ട് വേറൊരു പെണ്ണിനെ ബലിയാടാക്കിയല്ലേ? ഒന്നും അറിയാത്ത പാവം പെണ്ണിനെ ഒന്നിനു പകരം രണ്ടു പോയിട്ട്. എന്താ? ആരാ പെണ്ണ്? എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാ. നിങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ല. അവൾ ഒരു അപമാനിക്കപ്പെട്ട പെണ്ണ. ഞങ്ങളാരും നിർബന്ധിച്ചിട്ടില്ല. അവള് സ്വയം തീരുമാനിച്ചതാ. അവള് തന്നെ? എന്താ അവള് തന്നെ? നീ ആരാ? ചുമ്മാ അലങ്കാര ബൊമ്മ പോലെ നിൽക്കുന്ന നേതാവ് മാത്രമാണോ? ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പോയി ചേർന്ന അവരുടെ തലവതിയാണോ? കഴിവുള്ള സ്ത്രീകളെ അടുക്കളപ്പണിക്കും വീട്ടു ജോലിക്കും ഒതുക്കാൻ മാത്രമുള്ളതാണോ? വാച്ച്മാൻ, ഇരുട്ടായിടാ, ലൈറ്റ് ഇടാൻ നോക്ക്. തൊള്ള വിളിക്കലടാ. മരിക്കുന്നവരെ മാത്രമേ ഓരോരുത്തർക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നതാണ് സത്യം. മരണം വിധിയിലൂടെയും ചതിയിലൂടെയും വരാം. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. എന്നാൽ ഇപ്പോ അതൊന്നും കാര്യമില്ല. മന്ത്രിമാരുടെ മരണം വിധിയാണോ അതോ ആരെങ്കിലും ചെയ്ത ചതിയാണെന്ന് തോന്നുന്നുണ്ടോ? ചതിയും വിധിയാണ്, സന്ദർഭവും വിധിയാണ്. ഓരോരുത്തരും ചെയ്തത് അവരവരനുഭവിക്കും. അങ്ങനെയാണെങ്കിൽ പോലീസും കോർട്ടൊന്നും കാര്യമില്ലെന്നാണോ? മനസ്സിലാവും പോലെ പറ. ഈ കൊലപാതകത്തെക്കുറിച്ച് നാട്ടുകാർക്കറിയണ്ടേ? കൊലപാതകം എന്നത് എല്ലാ സമയത്തും നടക്കാറുള്ളതാ. അത് എല്ലാ ഭരണകാലത്തും സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ അതിന് കാരണം സ്വത്തുകാർക്കായിരിക്കാം, ബന്ധുക്കാരിൽ ശത്രുക്കളുണ്ടാവാം. ഇതൊക്കെ ആർക്കറിയാം? വിചാരണ നടക്കട്ടെ. ശിവം. മന്ത്രിയുടെ മരണത്തിനും എതിർകക്ഷിക്കും എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കൊലപാതകിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട ആള് എതിർകക്ഷിയുടെ ആളായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ അവരാദ്യം എന്നെയല്ലേ കൊല്ലേണ്ടത്? മറ്റു മന്ത്രിമാരെ കൊല്ലേണ്ട ആവശ്യം എന്താ? ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. അതല്ല, നിങ്ങൾ ഭരണത്തിൽ വന്ന് ഇതുവരെ ഒരു ഡാമോ വലിയൊരു തൊഴിൽശാലയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. തൊഴിലില്ലായ്മയ്ക്കും ഒരു കുറവുമില്ല. അതുകൊണ്ട് ആരെങ്കിലും കാശിനു വേണ്ടി ചെയ്തതായിരിക്കില്ലേ? കാശിനു വേണ്ടി ചെയ്ത കൊലപാതകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാ പിന്നെ അവർക്ക് ഇവിടെ ധൈര്യമായിട്ട് ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വേറെ ആരെങ്കിലും സംശയമുണ്ടോ സർ? നേതാവേ, അവരെന്താ ചോദിച്ചു? നേതാവിനെ വളരെ ഇഷ്ടമായെന്നാ തോന്നുന്നത്. ശിവം. സംശയത്തിന്റെ പേരിൽ 2-3 പഴയ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എതിർകക്ഷിക്കെതിരെ കേസെടുക്കുന്നില്ല? താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ പകപോക്കലാന്ന് പറയില്ലേ? പിന്നെ എന്തായിരിക്കും അവസ്ഥ? അവര് വെറുതെ വിട്ടാ നിങ്ങളുടെ ജീവനും ആപത്താണെന്ന് തോന്നുന്നില്ലേ? നിങ്ങളുടെ ജീവനാണ് ഇവിടെ ഏറ്റവും വലുത്. അപ്പം നിങ്ങൾക്ക് പോകാം. സാറിന് ഒരുപാട് പണിയുണ്ട്.
എന്താ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? ഇന്ന് വളരെ നല്ലൊരു അവസരമാണ്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ കടത്തുന്ന ഒരു മന്ത്രിക്ക് ഹാർട്ടിന് പ്രോബ്ലം എന്ന് പറഞ്ഞ് ചക്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവനെ കാണാനായിട്ട്, അതായത് കൃത്യം 8 മണിക്ക് 4 മിനിസ്റ്റേഴ്സ് വരുന്ന പ്രോഗ്രാം ഫിക്സ് ആയിട്ടുണ്ട്. ഈ സന്ദർഭം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. ധൃതി വെച്ച് ഒന്നും ചെയ്യണ്ട. തുടർച്ചയായിട്ട് മന്ത്രിമാരെ കൊന്ന നമ്മൾ പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടും. ഇപ്പൊ തന്നെ ഇൻസ്പെക്ടർ ജോൺസൺ സംശയം തോന്നി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ കൊല്ലാൻ തീരുമാനിച്ച ആളുകളെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കണമെന്നാണോ? കവേഴ്സ്. ദാ നോക്ക്, ഇത് ഹോസ്പിറ്റൽ, ഇത് എൻട്രൻസ്, ഇത് ബാക്ക് യാർഡ്. മിനിസ്റ്റേഴ്സ് കൃത്യം 8 മണിക്ക് വന്ന് 8:30 തിരിച്ചു പോകും. അതിനുള്ളിൽ നമ്മുടെ ആംബുലൻസ് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഉള്ളിൽ പേഷ്യന്റിനെ പോലെ ഞാൻ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. നമ്മുടെ ആളുകളെല്ലാം നഴ്സിന്റെ വേഷത്തിലായിരിക്കും. അതൊന്നും എനിക്കറിയണ്ട. ഒരാപത്തും കൂടാതെ നിങ്ങൾ തിരിച്ചു വരണം. അതുവരെ ആംബുലൻസിന്റെ പിന്നാലെ ഞാൻ ജീപ്പിൽ ഫോളോ ചെയ്യും. നിങ്ങൾ തിരിച്ചു വന്ന ഉടനെ ആ വണ്ടിയിൽ പോണം. എങ്കിലേ നമുക്ക് പോലീസുകാരുടെ കണ്ണ് വെട്ടിക്കാനാവൂ. Hey, come on, hurry up, get in. ആ നിർത്ത്, വണ്ടി നിർത്തടോ. എന്താ കേസ്? ആക്സിഡന്റ് ആണോ അതോ വെടിവെപ്പാണോ? എന്ത് കേസെന്ന് അറിയില്ല സാർ. വണ്ടി വിളിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയതാ. എന്ത് കേസാ സിസ്റ്റർ? ഓപ്പൺ ചെയ്യ്. മരിച്ചതാണ് സർ. സാർ, ഇങ്ങനത്തെ കേസൊക്കെ നോക്കണ്ടെന്നാ പറയുന്നത്. നോക്കാതെ എങ്ങനെയാടാ അയക്കുന്നത്? ശരി, പേഷ്യന്റിനെ താഴോട്ടിറക്ക്. ബോയ്, ആ സ്ട്രെച്ചറും കൊണ്ട് വേടോ. ആ വരുന്നു സാർ. ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കില്ലല്ലോ. ആ സൂക്ഷിച്ചു വെക്കേ. ആ നോക്കി. കൊലയാളികളെ പിടിക്കുന്നതിന് വേണ്ടി എല്ലാ ചെക്ക് പോസ്റ്റുകളിലും പോലീസുകാർ നിറത്തോക്കുകളോടെ കാവലിരിക്കുകയാണ്. രാത്രിയിലും പകലും റോന്ത് ചുറ്റുന്നതിന് വേണ്ടി സ്പെഷ്യൽ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ലെന്ന് പോലീസ് അറിയിച്ചിരിക്കുകയാണ്. ആ ഞാൻ എത്ര തവണ പറഞ്ഞതാ ഊട്ടിയിലെ സീസണിലെ റൂം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന്. ഇപ്പൊ നോക്ക്, ഒരു റൂമേ ഉള്ളൂ. വേറെ ഹോട്ടലിൽ അതുപോലും ഇല്ല. എന്താ വേറെ വീട് നോക്കാനോ? നമ്മൾ നാളെ തന്നെ വേറെ സ്ഥലത്തേക്ക് മാറാൻ പോവാ. അവരുടെ ജീവചരിത്രം എഴുതാൻ വേണ്ടി അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ഏർപ്പാടാ ചെയ്തത്? സർ, ഒരു സിംഗിൾ റൂം തരാൻ പറ്റുമോ പ്ലീസ്? സോറി മാഡം, ഇവിടെ ഇത്രയേ ഉള്ളൂ, വേറെ സ്ഥലമൊന്നുമില്ല. താങ്ക് യു. എനിക്ക് എന്നെ വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ വരൂ.
എനിക്കും എന്നെ നല്ല വിശ്വാസ. ടെൻഷനിലാണ് കിടന്നുറങ്ങ. മുത്താരമുത്തം തന്നേനി നിത്യം മൺപാൽ നിറയ്ക്കും എൻ ജീവദീപം. എന്റെ കനവിതിൽ താരഹാരം പൂവിരിക്കും പാട്ടുകളായി നിറയേ. പൊൻപൂവനിയും എൻ ചാറ് നിൽക്കും മുത്തങ്ങൾ പെയ്യും സ്വർഗീയ നേരം. തങ്കശില്പം പോലെ നീ അരികിൽ വന്ന് നിന്ന് പാടുകയായി അഴകേ. വില്ലെടുത്ത് അമ്പെടുത്ത് പുഞ്ചവാണൻ പോലെ വന്ന് എന്റെ നെഞ്ച് കട്ടെടുത്ത നീയാരോ. പൊൻപൂവനിയും എൻ ചാറ് നിൽക്കും മുത്തങ്ങൾ പെയ്യും സ്വർഗീയ നേരം. പൂവരശിൻ പൂവേ പൂവിൻ തേനേ എന്റെ പൊന്മാനേ. ഞാനഴകിൽ പാടും എൻ പാട്ടേ നിനക്കു തന്നേ ഞാൻ. കൺകളെഴുതും കവിത നിറയും പുഞ്ചിരിയിൽ നിറയും സ്നേഹകാവ്യം പോ. കൈകൾ നിറയെ പൂക്കൾ നിറയും പൂക്കാലമെങ്ങും ജാലമെഴുതുമ്പോ. നിന്റെ വിരലാൽ എഴുതും കനിവാൽ നീ ഉയരുമേതോ സ്വർഗജാലം പോ. വില്ലെടുത്ത് അമ്പെടുത്ത് നിന്റെ കണ്ണാലമ്പുമെയ്ത് എന്റെ നെഞ്ച് കട്ടെടുത്ത നീയാരോ. മുത്താരമുത്തം തന്നേനി നിത്യം അൻപാൽ നിറയ്ക്കും എൻ ജീവദീപം. നീലഗിരി മേലെ വർണ്ണജാലം തീർക്കും മേഘം പോ. കാട്ടരുവി പോലെ എന്റെ ദാഹം തീർക്കും നീയാരോ. മഞ്ഞൾ കുളിച്ച് വെയിലിൽ നടന്ന് നിന്നരികിൽ ചേരും നേരമാനന്ദം. മാറിനീയും കൈകൾ കോർക്കേ കുപ്പിവള പൊട്ടും നേരമാനന്ദം. മെത്തമേലെ പട്ടുപോലെ നിൻ പുതപ്പായി മാറാൻ എന്തൊരാനന്ദം. വില്ലെടുത്ത് അമ്പെടുത്ത് പുഞ്ചവാണൻ പോലെ വന്ന് എന്റെ നെഞ്ച് കട്ടെടുത്ത നീയാരോ. മുത്താരമുത്തം തന്നേനി നിത്യം മൺപാൽ നിറയ്ക്കും എൻ ജീവദീപം. എന്റെ കനവിതിൽ താരഹാരം പൂവിരിക്കും പാട്ടുകളായി നിറയേ. പൊൻപൂവനിയും എൻ ചാറ് നിൽക്കും മുത്തങ്ങൾ പെയ്യും സ്വർഗീയ നേരം. തങ്കശില്പം പോലെ നീ അരികിൽ വന്ന് നിന്ന് പാടുകയായി അഴകേ. You know what?
എന്റെ ആരാധകർ എന്നെ ചതിച്ചിട്ടില്ല. ഇരയായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് 20 പേര് സമ്മതിച്ചിട്ടുണ്ട്. ദാ നോക്ക്. ഓ മൈ ഗോഡ്. ദൈവം ഈ ലോകം സൃഷ്ടിച്ചത് തെറ്റും ശരിയും കൊണ്ടാ. ഞങ്ങൾ ഈ ആസ്വാദകരെല്ലാവരും തന്നെ സാധാരണക്കാരല്ലെന്ന് കാണിച്ചു തന്നിരിക്കുക. യു ആർ ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. ഉടനെ നമുക്ക് നാട്ടിലേക്ക് പോകണം. ഒരേ വേദിയിൽ വെച്ച് തന്നെ എനിക്ക് എന്റെ പെങ്ങളുടെയും കല്യാണം നടത്തുന്ന ആഗ്രഹമുണ്ട്. അറിയാം, ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ടാണോ ഈ വശത്തേക്ക് ഒന്നുപോലും നോക്കാതിരുന്നത്? അത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്ത് പറയണമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ് അതുകൊണ്ടാ. അതാ എനിക്ക് വരാനൊരു മടി. നിങ്ങളെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അതെന്തിനാ നുണിയാണെന്ന് വിചാരിക്കുന്നത്? എന്തൊക്കെയായാലും ഇത് നടക്കേണ്ടതല്ലേ? കല്യാണം അത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും നടക്കാത്ത കാര്യമാണത്. ഞാൻ തൂക്കേറി കാത്തിരിക്കുന്ന വെറും ഒരു കുറ്റവാളിയാണ്. പക്ഷെ എനിക്ക് തീയതി മാത്രം അറിയില്ല. ഇങ്ങനൊരു അവസ്ഥയിൽ ഒരു പെണ്ണിനെ താലി കെട്ടിയിട്ട് പെട്ടെന്ന് അവളെ വിധവയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവരോട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് രക്ഷപ്പെട്ടു. ദൈവത്തിന്റെ കോടതിയിൽ എല്ലാവർക്കും നമ്മൾ മരണശിക്ഷ വിധിച്ച് ഈ മണ്ണിനടിയിലാക്കിയിട്ടുണ്ട്. ഒരു ദിവസം നമ്മൾ എല്ലാവരും മരിക്കും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതല്ലേ? ആർക്ക് സത്യം അറിയും? നോബഡി നോസ്. അത് മാത്രമല്ല, നിങ്ങളെ തൂക്കിലേറ്റുന്നത് വരെ നിങ്ങളുടെ പുറകെ വരാൻ ഈ ചിത്രം തയ്യാറായിരിക്കുമ്പോൾ വേറൊരാൾക്കും അതിലിടമില്ല. സോ ഉപദേശിച്ചൊരു മോശക്കാരനെ നല്ലവനാക്കാൻ പറ്റും. പക്ഷെ ഒരു വികാരമില്ലാത്ത ഒരാളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം വിഡ്ഢിയാകാതിരിക്കുക. നമസ്കാരമുണ്ട്. എന്തുകൊണ്ട്? അതെ, എന്റെ സുഹൃത്ത് തന്നെയാണ്. ഭയങ്കര തിരക്കായിരുന്നു. നമസ്കാരം. നാടിനു വേണ്ടി ത്യാഗം ചെയ്യുന്നതും വാക്കിനു വേണ്ടി ത്യാഗം ചെയ്യുന്നതും എന്നെ സംബന്ധിച്ചൊരു വലിയ ത്യാഗമായി ഞാൻ കാണുന്നില്ല. കാരണം അത്തരത്തിലുള്ള ത്യാഗം ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ നാട്ടുകാരെന്ത് വിചാരിക്കുന്ന കൂടി ചിന്തിക്കാതെ ഈ സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ സ്വയം അർപ്പിക്കുന്ന ഈ ത്യാഗത്തിന് മുൻപിൽ എൻ്റെ കണ്ണീർ തുള്ളികളെ നിങ്ങളുടെ പാദത്തിന് മുൻപിൽ അർപ്പിക്കുന്നതല്ലാതെ വേറൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇത്രയും പെൺകുട്ടികൾക്ക് ജീവിതം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ധർമ്മകാരണമാണ്. ഈ കല്യാണം ചടങ്ങുകളൊന്നുമില്ലാതെ, മാതാപിതാക്കളില്ലാതെ, കുടുംബക്കാരില്ലാതെ, സ്ത്രീധനമില്ലാതെ ലളിതമായി നടക്കുന്നതാണ് ഈ കല്യാണം. അതും ഇദ്ദേഹം കാരണം തന്നെയാണ്. നമ്മൾ എന്നേക്കുമായി കടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം മാത്രമാണ് അന്ന് പ്രശ്നത്തിൽപ്പെട്ട സ്ത്രീകളെ സഹായിച്ചത്. എന്നാൽ ഇപ്പോൾ ഇരിക്കുന്ന നേതാവിനെ നമുക്ക് വേണ്ട. ഓരോ ജോഡികളായിട്ട് വന്ന് പരസ്പരം മാല അണിച്ചോളൂ. മാലയിട്. രാജി, 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 എന്തു പറ്റി? മോനെ, ഇത് ഒന്നുമില്ല. ഇത് സാധാരണ ഉണ്ടാകുന്ന പറയും. അതെ, ഞാൻ നോക്കിട്ട് പറയാം. എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുക. ഗർഭിണിയാണോ? ഒന്നുമില്ല, ഇത് സാധാരണയായിട്ടുള്ളതല്ലേ? ഒന്നുമില്ല. എന്നോട് ക്ഷമിക്കൂ. മോനെ, മോനെ നിക്ക്. മോനെ, ഞാൻ പറയുന്നേക്ക്. മോനെ, പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്നത്. കല്യാണം നടക്കുന്ന കരുതിയാ വന്നത്. ഇങ്ങനെ ഗർഭമുള്ള ഒരു പെണ്ണിനാണ് തരുന്നെന്ന് വെച്ചാൽ ഞാൻ വരില്ലായിരുന്നു. പ്ലീസ് വിടറേ സാർ, പറയുന്നേക്ക്. അയ്യോ അയ്യോ, രാജിയെ കാണുന്നില്ല. രാജി എവിടെ? രാജി, അയ്യോ രാജി, 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 അയ്യോ രാജി, എന്താ പറ്റി? രാജി, രാജി, എന്താ പറ്റി? രാജി, 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 എന്താ പറ്റി? രാജി.
വന്നേ. ഇതെന്താ പറ്റി? ചേച്ചി ചേച്ചി ഞാൻ പതുക്കെ വണ്ടി ഓടിച്ചോണ്ട് വന്നേ. അയ്യോ. എവിടുന്ന് ഒരു പെണ്ണ് വന്ന് ചേട്ടാ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് വണ്ടിക്ക് മുന്നിലേക്ക് ചാടുകയായിരുന്നു. മര്യാദക്ക് വണ്ടി ഓടിക്കാതെ നീ ഇപ്പൊ ആത്മഹത്യ എന്ന് പറയുന്നു. അയ്യോ അയ്യോ ചേട്ടാ ഞാനല്ല, ആ പെണ്ണ് ഇങ്ങോട്ട് വരിക ചെയ്തേ. എനിക്കറിയില്ല എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ധർമ്മ, എടാ ധർമ്മ, നോക്കടാ ധർമ്മ, നോക്കടാ എങ്ങനെ വളർത്തിയതാടാ നീ അവളെ. നോക്കടാ അവള് കിടക്കുന്നത് കണ്ടോ? എന്ത് നല്ല സന്തോഷത്തോടെ ജീവിച്ചവളാടാ. അവള് കിടക്കുന്നത് കണ്ടോടാ നീ. ധർമ്മ, എന്റെ മോളെ നോക്കടാ ധർമ്മ, അവള് കിടക്കുന്നത് കണ്ടോടാ. രാജി, രാജി പോയോ? പോയോ നീ രാജി? പോയോ? നീ എന്തു പറഞ്ഞാലും നിന്റെ ചേട്ടനത് സാധിച്ചു തരുമായിരുന്നല്ലോ. ഈ അവസ്ഥയിലാ എന്റെ പെങ്ങളെ എനിക്ക് രക്ഷിക്കാനായില്ലല്ലോ. പോ പോ, എനിക്കെന്താ? എന്നെ നീ ഒറ്റയ്ക്കാക്കി പോയല്ലോ. നീ മാത്രം എന്താ ഒറ്റയ്ക്ക് പോയേ? നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കാൻ വേണ്ടി പോയതാണോ നീ? പോ, നിന്റെ സമാധാനത്തിന് വേണ്ടിയാ നീ പോയത്. ഇവരെ നോക്ക്, ഇവരെ നോക്ക്, ഇവരെല്ലാവരെയും നോക്ക്. നീ കാണ്, ജീവിതം നശിച്ചു എന്ന് പറഞ്ഞ് ഈ നിൽക്കുന്ന ആരും ജീവൻ ബലി കൊടുത്തില്ലല്ലോ. കല്യാണം നടക്കാതെ ജീവിതം നശിച്ച ഇവരെ നീ നോക്ക്. ഇവർക്കൊക്കെ എന്താ ഭ്രാന്താണെന്നാ? എനിക്ക് ഭ്രാന്ത്, നിന്റെ ചേട്ടനെ ഭ്രാന്ത്, അത് എനിക്ക് എന്നെ ഭ്രാന്ത്. അച്ഛനെ കൊലക്ക് കൊടുത്ത്, അമ്മയെ കൊലക്ക് കൊടുത്ത്, ഇപ്പതാ നിന്നെയും കൊലക്ക് കൊടുത്തു ഞാൻ. എനിക്ക് ഭ്രാന്ത്. പോയി, എല്ലാം പോയി. അയ്യോ എന്റെ പെങ്ങള് പോയി, എല്ലാം പോയി, എല്ലാം പോയി. വീട്ടിൽ നിൽക്കേണ്ട പെണ്ണുങ്ങളെല്ലാം പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ് തെരുവ് തോലോ അലഞ്ഞില്ലേ? എന്നിട്ടിപ്പൊ എന്തു പറ്റി? അതുകൊണ്ടാ നിങ്ങളിപ്പോ തെരുവ് നായ്ക്കളെ പോലെ ആയത്. പോടി, എല്ലാവരും പോയിക്കോ. എന്തിനാണ് ഇനി ഇങ്ങോട്ട് നിൽക്കുന്നത്? എല്ലാം ചെയ്തത് നിങ്ങളുടെ കക്ഷിക്കാരാന്ന് പറഞ്ഞില്ലേ? എല്ലാരും അവിടെ ചെന്ന് കരയാൻ നോക്ക്. പോയിക്കോ, സ്ട്രൈക്ക് ചെയ്യ്, ബസ്സൊന്നും ഓടാത്ത രീതിയിലാക്ക്, തീയൊക്കെ ഇട്ട് കടകൾ നശിപ്പിക്ക്. അരുമപ്പൂക്കളെ ഇരുമ്പു പൂക്കളായി മാറ്റും നീയാരോ, വീശും കാറ്റിനെ പേമാരിയായി മാറ്റിയതും നീയോ, പൂക്കാലമേ പേക്കോലമായി മാറിയതും നോക്ക്, അതിൻ കാരണങ്ങളെ വേഗമിന്നും ഇരുട്ടറയിൽ നേതാവിന് ഇപ്പൊ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. എങ്ങനെ കാണും? ഈ യൂണിഫോം ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തെ കാണാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. അത് മതിയോ? ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജ വല്ലഭായ നമഃ. പരമായ പുരുഷാർത്ഥ പരമാർത്ഥനെ.
ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോബീജവല്ലഭായ നമഃ പരമായ പുരുഷാർത്ഥ പരമാർത്ഥനെ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോബീജവല്ലഭായ നമഃ പരമായ പുരുഷാർത്ഥ പരമാർത്ഥനെ. സുസ്വാഹായ. നമസ്കാരം സർ. വരൂ വരൂ. നമസ്കാരം സർ. നമസ്കാരം സർ. IG ഫോൺ ചെയ്ത് നിങ്ങൾ വരുന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ എന്താ കാര്യമെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ പത്രത്തിൽ നിന്ന് വരുന്നത് സർ. അതിന്റെ ഗുണം ഞങ്ങൾക്കാണോ അതോ അവർക്കാണോ കിട്ടാൻ പോകുന്നത്? സർ, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കുന്നവരാ. അത് സാറ് മനസ്സിലാക്കണം. വ്യക്തിപരമായി ഞങ്ങൾക്കൊരു എതിർപ്പില്ല. എന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെ തന്നെയാ. എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. സർ, അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട. ഇവിടെയുള്ള അമ്മമാർ സാറിന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ടുണ്ട്. സാറിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളിൽ നിന്നും ഒരു 10,000 പേര് ഒരേ വേദിയിൽ വെച്ച് സാറിന്റെ പാർട്ടിയിലേക്ക് ചേരുന്നതാണ്. 10,000 പെണ്ണുങ്ങളോ? 10,000 പെണ്ണുങ്ങളോ? അതെ സർ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ആരും വിശ്വസിച്ചില്ല. ഹോമം ആരംഭിച്ച് 10 മിനിറ്റിനുള്ളിൽ 10,000 പെണ്ണുങ്ങൾ വന്ന് ചേർന്നില്ലേ. ഈ ഹോമം പൂർത്തീകരിച്ചു കഴിഞ്ഞാ ഇന്ത്യ തന്നെ നിങ്ങളുടെ കയ്യിലാവും. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, നിങ്ങൾ നാളെ ഇന്ത്യയുടെ നേതാവായേക്കാം. എന്തൊക്കെയായാലും ഞങ്ങൾക്ക് നിങ്ങളാണ് നേതാവ്. ഇത് ലോകം മുഴുവനും കാണിക്കാൻ വേണ്ടിയിട്ടാ ഇത്രയും ആഘോഷപൂർവ്വം ഇത് നടത്തുന്നത്. കാറിലിരിക്കുന്ന പേപ്പേഴ്സ് എടുത്തിട്ട് വാ. ശരി, എന്റെ ഒരു സംശയം ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇവിടെ ഞാൻ നേരിട്ട് വരേണ്ട ആവശ്യമുണ്ടോ? എന്താ നേതാവേ, പെണ്ണുങ്ങൾ നമ്മളെ ബഹുമാനിക്കുന്നില്ലെന്നാ പറയുന്നത്. പക്ഷെ അവരുടെ ബഹുമാനം നമുക്ക് കിട്ടുന്ന പോലെ ദേവത പോലുള്ള ആൾക്കാരല്ലേ നമ്മളിവിടെ അന്വേഷിച്ചു വന്നിരിക്കുന്നത്. എന്തിനാ പിന്നെ ആലോചിക്കുന്നേ? പാടെ നമ്മുടെ ഡേറ്റ് കൊടുക്ക്. ഈ അവസരം നമ്മൾ പാഴാക്കി കളഞ്ഞാലേ നമുക്ക് പോലും പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റിരുന്നേ. അത് പറഞ്ഞൊക്കെ ശരിയാ. ഞാൻ ബാത്റൂമിൽ പോകുന്ന പോലും വളരെ സൂക്ഷിച്ചാ. അങ്ങനെയുള്ള ഞാൻ പുറത്തേക്ക് എങ്ങനെ? സാറ് പെർമിഷൻ നൽകുകയാണെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാണ്. വേണമെങ്കിൽ ജുബൈക്കകത്ത് തോക്ക് ഒളിപ്പിച്ച് വെച്ച് പോയാ പോരെ? എങ്ങനുണ്ട്? അതൊക്കെ വടക്കേ നാട്ടിലുള്ള ആൾക്കാർ ചെയ്യുന്നതല്ലേ. അന്നേരത്തേക്ക് ഒരു ജുബ്ബ ഇട്ടാലും അരയ്ക്ക് താഴെ വെടിവെച്ച എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നേതാവേ, കവചം പോലെ നിങ്ങൾക്ക് ചുറ്റും ഞങ്ങളുണ്ടാവും. ആളിനൊരു കത്തി. എന്തു പറയുന്നു? ഫംഗ്ഷൻ വന്നോളൂ സാർ, ഞാൻ നോക്കിക്കോളാം. ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഫുൾ പ്രൊട്ടക്ഷൻ ആണെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്ന ദിവസത്തിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് വേണം ഫംഗ്ഷൻ നടത്താൻ. ഞാൻ അവിടേക്ക് വന്ന പച്ച വെള്ളം പോലും കുടിക്കില്ല. ഓക്കെ? ഓക്കെ സാർ. പക്ഷേ ഫംഗ്ഷൻ കുറച്ച് ഗ്രാൻഡായിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ആളുകൾ ജസ്റ്റ് ഒന്ന് വന്ന് അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ട് പോകും. അവരെയും നമ്മൾ ചെക്ക് ചെയ്തിട്ടേ അയക്കത്തുള്ളൂ. ഓക്കെ സർ. ഇത് സമ്മതിച്ചതിന് നന്ദി. വരട്ടെ. മോനെ, അവസാനം അവന്റെ തലയിലെടുത്ത് 10,000 പേര് ചേരുന്നെന്നുള്ള അവന്റെ ആശയില് അവൻ സമ്മേളനത്തിന് വരാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ പുറത്തും അകത്തുമായിട്ട് മൊത്തം പോലീസ് പ്രൊട്ടക്ഷനുണ്ട്. പക്ഷെ അകത്ത് കടക്കാനുള്ള ഒരേ വഴി ടെറസിന് മേലുള്ള ഒരു ചെറിയൊരു ഓട്ടയാണ്. പക്ഷെ ആ ടെറസിൽ എത്തുന്നതാണ് പാട്. അവിടെ നേതാവ് സംസാരിച്ചിരിക്കുമ്പോൾ ആ ഓട്ട വഴി നീ അകത്ത് കയറണം. അത് കണ്ണാടി മൂലമാ അടച്ചിരിക്കുന്നത്. അകത്ത് കയറിയതിന് ശേഷം പോലീസുകാർ നിന്നെ വെടിവെക്കുമെന്ന് പേടിക്കേ വേണ്ട. എന്താന്ന് വെച്ചാ എല്ലാം അവന്റെ ആൾക്കാരായിരിക്കും അവിടെ. മോനെ, സൂക്ഷിച്ച് വേണോടാ. നീ മടങ്ങി വരുന്നവരെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും മോനെ, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കോടാ. നിങ്ങൾ പൊക്കിയോളൂ. ശരി മോനെ. ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാവരും തന്നെ നല്ലവരായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ പിരിയേണ്ടി വരില്ലായിരുന്നു. അല്ലേ ധർമ്മ? എല്ലാവരും നല്ലവരായി ജനിച്ചാൽ നമ്മൾ ചിലപ്പോൾ കണ്ടുമുട്ടില്ലായിരുന്നു. നമ്മുടെ കണ്ടുമുട്ടൽ ഒരു സാധാരണ സംഭവമായിരിക്കുന്ന കരുതി അതിങ്ങനെ ചരിത്രമാകുമെന്ന് വിചാരിച്ചില്ല. നമുക്ക് ചരിത്രമായി തോന്നുന്നതല്ല മറ്റുള്ളവർക്ക് വെറുമൊരു സാധാരണ സംഭവമായിരിക്കും. അല്ല, ഞാൻ പറയുന്നത്, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, ഞാൻ തൂക്കുകയറി കാത്തിരിക്കുന്ന കുറ്റവാളിയാണെന്ന്. പക്ഷെ തീയതി മാത്രം അറിയില്ല. നല്ല ബുദ്ധിയുള്ളതല്ലേ. പാവം പിടിച്ച പെണ്ണുങ്ങളെ പോലെ നീ വെറുതെ മണ്ടത്തരം കാണിക്കല്ലേ. ലീവ് ഇറ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, തൂക്കുമരത്തിൽ കയറുമ്പോഴും ഈ ചിത്രം നിങ്ങളുടെ കൂടെയുണ്ടാവും. സ്നേഹമില്ലാത്ത നാട്ടില് ഒരു റാണിയാവുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സ്നേഹമുള്ളൊരു പെൺകുട്ടിയായി മരിക്കുന്നതാണ് സർ.
വരൂ സർ, വരൂ വരൂ. നമസ്കാരം. വരൂ സർ. ആ നമസ്കാരം. 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 ആ നമസ്കാരം. 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 ആ നമസ്കാരം. 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 ആ സർ പ്ലീസ്. ആ എല്ലാവരും അവിടെ ഇരിക്കൂ. പതിവ് പോലെ എല്ലാവരും സംസാരിക്കുന്ന പോലെ അധികം ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇത് പ്രമാണിച്ച് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരേ സമയത്ത് 10,000 സ്ത്രീകൾ നമ്മുടെ പാർട്ടിയിൽ ചേരാൻ വന്നത്. ഇന്നിവിടെ ഈ നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഇതിനോടകം തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഒരേ മനസ്സോടുകൂടി ആഘോഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതിനെല്ലാം കാരണക്കാരൻ ആരാണെന്ന് നമുക്കറിയാം. നമ്മുടെ നേതാവ്, നമ്മുടെ തങ്കപ്പെട്ട നേതാവ് ഏതാനും നിമിഷങ്ങൾക്കകം ഉടനെ എത്തിച്ചേരുന്നതാണ്. നമസ്കാരം സർ, വരൂ. ഈ ലോകത്ത് എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും, ഈ നാട്ടിലുള്ള എല്ലാവർക്കും തന്നെ ഇന്നാണ് സൂര്യോദയം. ഈ ദിവസം നമുക്ക് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ബഹുമാനപ്പെട്ട നേതാക്കൾക്കും ലഭിക്കാത്ത ദിവസമാണ് ഇന്നത്തെ ഈ രാത്രി. സ്ത്രീകൾക്ക് പേടികൂടാതെ നടക്കാൻ പറ്റുന്ന ഒരു ദിവസം, പാപികളുടെ കണ്ണുകൾ തുറക്കുന്നൊരു ദിവസം, സ്ത്രീകളുടെ ശക്തി എന്താണെന്ന് അറിയുന്നൊരു ദിവസം, സ്ത്രീകൾ പുലിയായിട്ട് മാറുന്നൊരു ദിവസം. ഒരു സ്ത്രീയെ ഉപദ്രവിക്കുമ്പോൾ സ്ത്രീകൾ തിരിച്ച് പല്ലും നഖവും ഉപയോഗിച്ച് ആക്രമിക്കണമെന്നാണ് ഗാന്ധിജിയും പറഞ്ഞിട്ടുള്ളത്. കാട്ടുമൃഗങ്ങൾക്ക് ഒരു ആയുധത്തെയും ഭയമില്ല. നമുക്ക് വേണ്ടി പോരാടിയ നേതാക്കന്മാർക്ക് ഇനിയാണ് ആത്മശാന്തി കിട്ടാൻ പോകുന്നത്. അടുത്തതായി നമ്മുടെ നേതാവ് അവസാനമായി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. സ്ത്രീകളെന്ന് പറഞ്ഞാൽ കണ്ണിലെ കൃഷ്ണമണികളാണ്.
I love you.